الذي أفاض على عباده النعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للعاملين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته سائيا وبالمعروف آمرا وبالمنكر ناهيا اللهم صل على روح سيدنا محمد في الأرواح اللهم صل على جسد سيدنا محمد في الأجساد اللهم صل على قبر سيدنا محمد في القبور اللهم صل على ترب سيدنا محمد في التراب اللهم صل على سورة سيدنا محمد في الصور اللهم صل على اسم سيدنا محمد في الأسماء وعلى آله وأصحابه الفائزين أجمعين يا جابر كل جبار ويا مونس كل وحيد ويا صاحب كل غريب ويا ميسر كل أسير ويا من لا يحتاج إلى البيان والتفسير فوض أمري إلى الله فوض أمري إلى الله فوض أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام صدق الله مولانا العلي العظيم हवार है बदकार है डूबे हुए दिल्लत में है कुछ ही नहीं मगर तेरी महबूब की मिल्लत में है महबूब की मिल्लत में है महबूब की मिल्लत में है मरहबा सुन्नी अला मरहबा सुन्नी अला तिरुताहा मुक्त नबी मलरा मरहबा मलराई മജ്‌ലിസിന്റെ മധുരം നാമിന്നുവർ മുടുമ്പ് മണിയറയാം തിരുറവയിൽ ഒഴുകുന്ന മർഹബ വാഴോളിൽ നീളക്കായ മസ്ജിദിന്റെ വളർച്ചയിൽ വഴിയായി നീരുന്നുള്ള യുവാക്കളിലെ വാഴോടിൽ നീളക്കായ മസ്ജിദിന്റെ വളർച്ചയിൽ വഴിയാലേ നീരുന്നുള്ള യുവാക്കളിലെ
അരുളട്ടെ നിൻ കൃപയും നിൻ തുണയും റഹ്മാനെ അതിരില്ല വാക്കുകൾ ഞങ്ങളിൽ നീ കാക്കണേ മർഹബാ സല്ലി അലാ മർഹബാ സല്ലി അലാ തിരുത്വാഹ മുഹമ്മദ് നബിയോരിൽ ഒരുമിച്ച് മുഹറമിൻ മുഹബ്ബത്തിൻ മജ്‌ലിസിൽ ഒരു നാടിൻ ഈമാനിന്റെ മധുരം കാണാൻ ഒരുമിച്ച് മുഹറമിൻ മുഹബ്ബത്തിൻ മജ്‌ലിസിൽ ഒരു നാടിൻ ഈമാനിന്റെ മധുരം കാണാൻ തളരില്ല പിളരില്ല എതിർപ്പുകൾ കണക്കില്ല തിരുത്വാനിമിതൻ പാതയെ വെറുതെ വിടുകില്ല മർഹബാ സല്ലി അലാ മർഹബാ സല്ലി അലാ തിരുത്വാഹ മുഹമ്മദ് നബി മധുകൾ ഉരുവിടുന്നേ فعليك حبي يا رسول الله فعليك حبي يا رسول الله فعليك حبي يا رسول الله تفخيما صلوا عليه وسلموا تسليما സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ വാഴോട് മസ്ജിദിന്റെ ആദരണീയനായ ഇമാം ഷാഉൽ ഹമീദ് മൗലവി അവറുകളെ, എന്റെ മുന്നിൽ എത്തിച്ചേർന്ന മറ്റു കർമ്മധീരന്മാരായ പണ്ഡിതന്മാരെ, വാഴോട് മസ്ജിദിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കലാസാഹിബ് അടക്കമുള്ള എന്റെ പ്രിയപ്പെട്ട കാരണവന്മാര്, കേരള മുസ്ലിം യുവജന ഫെഡറേഷന്റെയും ഈ നാടിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ദീനീ പ്രവർത്തന മേഖലകളിൽ സജീവത നിലനിർത്തുന്ന എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, വിശിഷ്യ ഇതിന്റെ പരിപാലക സമിതിയിലെ പ്രവർത്തകരായ ഷാനവാസ് അടക്കമുള്ള കർമ്മോത്സുകരായ കൂട്ടുകാരെ, ലിസാനവേദിയുടെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, പരിസരങ്ങളിൽ നിന്ന് വന്നു ചേർന്ന മഹല്ല് നിവാസികൾ, KMYF-ന്റെ മറ്റ് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതത്തിലുള്ള സഹോദരീ സഹോദരങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കും. പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ സരളമായ വിഷയമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിഷയം എന്താ? ഉത്തമ കുടുംബം, ഉന്നത സമൂഹം. വളരെ ആനുകാലികമായി ഒരു മനുഷ്യൻ പഠിച്ചിരിക്കേണ്ടുന്ന, ചിന്തിച്ചിരിക്കേണ്ടുന്ന, അറിഞ്ഞിരിക്കേണ്ടുന്ന ഗഗനമായ വിഷയമാണ്. ആ ഉത്തമ കുടുംബത്തിന്റെ കുടുംബനാഥൻ, അതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് സാധാരണ എല്ലാ സഹോദരിമാരും പറയാറുണ്ട്, എല്ലാ ഉസ്താദുമാരിലുപരി നൗഷാദ് ബാക്കി അത് പറഞ്ഞ തീർച്ചയായും സ്ത്രീകളെ ചീത്ത പറഞ്ഞിട്ട് നിർത്തുള്ളൂ. അവരെ ഇന്ന് സ്വർണവും വാങ്ങും, പൈസയും വാങ്ങും, പാട്ടും പാടും, അവസാനം പോവാൻ നേരത്ത് അവർക്കിട്ടൊരു പണിയും കൊടുക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം പണി ആണുങ്ങൾക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങളെ ഇന്നത്തെ ദിവസം കേട്ടാൽ മതി. അപ്പൊ ഇന്ന് ആണുങ്ങൾക്കുള്ള വിഷയമാണ്. പെണ്ണുങ്ങൾ എങ്ങനെ ആവണം, പെണ്ണുങ്ങൾ നന്നാവണം, ഫാത്തിമ ബിവി എങ്ങനെ ആയിരുന്നു, അതല്ല ഇന്നത്തെ വിഷയം. ഇന്ന് ഒരു കുടുംബനാഥൻ എങ്ങനെയാവണം, അതാണ് ഉത്തമ കുടുംബത്തിന്റെ ഒന്നാമത്തെ നായകൻ ഭർത്താവ്. ആ ഭർത്താവ് എങ്ങനെയാകണം, ഏത് രീതിയിലാവണം, എങ്ങനെ ജീവിക്കണം, അതിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം. മനുഷ്യപിതാവാരാണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു ആദ്യമായി പടച്ച മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു എങ്ങനെയാണ് പടച്ചത്? അള്ളാഹു മണ്ണെടുത്ത് മുമ്പിൽ വെച്ചു,
വഇദാ സവൈതഹു വനഫഖതു ഫീഹി മിൻ റൂഹി. അല്ലാഹു പറയുന്നു, ആ മണ്ണിന് മനുഷ്യന്റെ രൂപം വന്നപ്പോൾ വനഫഖതു ഫീഹി മിൻ റൂഹി, എന്റെ റൂഹിൽ നിന്ന് ആ മണ്ണിൽ ഞാൻ ഊതി എന്ന് അല്ലാഹു പറയാം. അങ്ങനെ ആദം എന്ന് പറയുന്ന മനുഷ്യന് ജീവനുണ്ടായി. മനുഷ്യൻ കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചു, എഴുന്നേറ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും പടച്ചു. പക്ഷെ ഇങ്ങനെയല്ല പടച്ചത്. അതാണ് ആദം നബിക്ക് അറിയാനുള്ള ആവേശം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഒരു പിടി മണ്ണെടുത്തിട്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കിയിട്ട് ആ മനുഷ്യന്റെ രൂപത്തിലേക്ക് നിന്റെ ആത്മാവിനെ നീ ഊതിയപ്പോൾ ഞാൻ പടച്ചു, എന്നെ പടയ്ക്കപ്പെട്ടു എങ്കിൽ എന്തുകൊണ്ട് ഹവ്വാ ബീവിയെയും അങ്ങനെ നിനക്ക് പടച്ചുകൂടായിരുന്നോ? നിനക്ക് മണ്ണെടുക്കണമെങ്കിൽ പഞ്ചായത്തിൽ പറയേണ്ട, മെമ്പർ ഒപ്പ് വേണ്ട, ഒന്നും വേണ്ട, മണ്ണ് നിനക്കുണ്ടല്ലോ. അങ്ങനെ ഒരു മണ്ണെടുത്തിട്ട് ഒരു ഹവ്വാ ബീവിയെ നിനക്ക് പടച്ചുകൂടായിരുന്നോ? എന്തിനാണ് എന്റെ വാരിയെല്ലിൽ നിന്ന് തന്നെ പടച്ചത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം. അള്ളാഹു തിരിച്ചു ചോദിച്ചു, ആദമേ, നിന്റെ പ്രിയപ്പെട്ടവളായ നിന്റെ പ്രിയതമയായ ഹവ്വാഇന് ഹവ്വാ എന്ന് പേര് വരാനുള്ള കാരണം എന്തെന്ന് നിനക്കറിയും? അതെന്താ? ആദ്യത്തെ സ്ത്രീക്ക് ഹവ്വാ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു, ആദമേ ഖുലിഖത്തുൽ മർഅതു മിൻ റജുലിൻ, പെണ്ണിനെ പടച്ചത് ആണിൽ നിന്നാണ്. പെണ്ണിനെ പടച്ചത് ആണിൽ നിന്നാണ്. മാത്രമല്ല വജുഅലത് നഹീമതുഹാ ബിർറജുൽ, ആ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും ഭാവിയിൽ നടക്കേണ്ടതും നടത്തേണ്ടതും ആണാണ്. പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടുന്നത് ആണാണ്, ഭർത്താവാണ്. അല്ലാതെ വെറുതെ അല്ല നിന്റെ വാരിയിൽ നിന്ന് പെണ്ണിനെ പടച്ചത്. ജീവനുള്ള ഒരു ശരീരത്തിൽ നിന്നും പെണ്ണിനെ പടച്ചു. അതുകൊണ്ടാണ് ആ പെണ്ണിന് ഹവ്വാ എന്ന്, ജീവനുള്ളവയിൽ നിന്നും പടയ്ക്കപ്പെട്ടവൾ എന്ന പേര് അതുകൊണ്ടാണ് ഹവ്വാഇന് കൊടുത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു. അവിടെ മുതൽ ആണും പെണ്ണുമായിട്ട് വല്ലാത്ത ഒരു ആകർഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വസ്തുക്കൾക്ക് കൊടുത്തു. ആണ് പെണ്ണിനെ കാണുമ്പോൾ ആകർഷിക്കും, പെണ്ണ് ആണിനെ കാണുമ്പോൾ ആകർഷിപ്പിക്കും. അതിനെ, ആ ഒരു ആകർഷണത്തെ ഇസ്ലാമികമായ നിയമാവലിക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിന് നാം ഇടുന്ന പേരാണ് നിക്കാഹ് എന്ന്. അങ്ങനെയാണ് നിക്കാഹിലൂടെ ആണിന്റെയും പെണ്ണിന്റെയും ആഗ്രഹ സഫലീകരണത്തെ, ശാരീരിക ബന്ധത്തെ, സുഖമനുഭവിക്കലിനെ, വർഷങ്ങളോളമുള്ള ഇണചേരലിനെയും ഇണയോടൊത്ത് തുണയാതെ ജീവിക്കലിനെയും അള്ളാഹു അനുവദനീയമാക്കിയതിന്റെ പേരാണ് നിക്കാഹ് എന്ന്. സാക്ഷികളുടെ സാന്നിധ്യം, പെണ്ണിന്റെ വലിയന്റെ സാന്നിധ്യം, ഭർത്താവിന്റെ സാന്നിധ്യം, അതോടൊപ്പം നിക്കാഹ് നടക്കാണ്. ലോകത്തെല്ലാം അള്ളാഹു ഇണകളാക്കി മാത്രമേ പടച്ചിട്ടുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, 1905 കാലഘട്ടത്തിൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തില് പെണ്ണുങ്ങളെ കച്ചവടം ചെയ്യൽ അനുവദനീയമായിരുന്നു. ഭർത്താവിന് തന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് ഇതാ 5000 രൂപയ്ക്ക് എന്റെ ഭാര്യ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യൽ അനുവദനീയമായിരുന്നു. ബാബിലോണിയ മുതൽ യൂറോപ്പ് വരെ പറഞ്ഞാൽ അനുസരണയില്ലാത്ത പെൺകുട്ടികളെ നിറഞ്ഞൊഴുകുന്ന സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ നിറഞ്ഞു തുളുമ്പുന്ന കിണറ്റിന്റെ അകത്തിലേക്ക് തള്ളിയിടാൻ അനുവാദമുണ്ടായിരുന്ന രാജ്യമായിരുന്നു ബാബിലോണിയ മുതൽ യൂറോപ്പ് വരെ. ആർഷഭാരത സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്ന സംസ്കാരം നിലനിൽക്കുന്ന സമയത്ത് പോലും ഭർത്താവ് ചത്തൊടുങ്ങിയാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ ചിതയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പെണ്ണ് പുഞ്ചിരിച്ചുകൊണ്ട് ചിതയിലേക്ക് എടുത്ത് ചാടണമെന്ന് പഠിപ്പിച്ച രാജ്യത്താണ് റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും അസ്വാജം മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇണകളെ അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നു. പെണ്ണിനെ മാറ്റി നിർത്താൻ പറ്റില്ല, പെണ്ണിനെ അടക്കളക്കാരിയായി മാറ്റിവെക്കാൻ പറ്റില്ല, പെണ്ണിനെ വീട്ടുജോലിക്കുള്ള ഉപകരണമാക്കി യന്ത്രമാക്കി മാറ്റിവെക്കാൻ പറ്റില്ല. മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് പടച്ചതമ്പുരാൻ നിങ്ങളുടെ ഇണകളെയും പടച്ചത്. വജഅല
ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ പടച്ചതമ്പുരാൻ സ്നേഹത്തെയും കാരുണ്യത്തെയും ലാളനയും വാത്സല്യത്തെയും തന്നു. അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആ ശരീരത്തിന്റെ വ്രണങ്ങളിലൂടെ ശീതളങ്ങൾ ഒഴുകി വരുമ്പോഴും കണ്ണു നിറയാതെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ആ പ്രിയതമനെ ശുശ്രൂഷിച്ചു പോരെങ്കിൽ ലോകചരിത്രത്തില് അതേപോലെ ഭർത്താവിനെ സ്നേഹിച്ച ഒരു പെണ്ണിനെ കാണാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നാളിതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ അല്ലാഹു പരസ്പരം സ്നേഹത്തെ, ഇഷ്ടത്തെ, കാരുണ്യത്തെ, വാത്സല്യത്തെ, അല്ലാഹു മഹബ്ബത്തിനെ ഇങ്ങനെ വിരിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ലോകത്ത് സകലതിനെയും അല്ലാഹു പടച്ചത് ആണും പെണ്ണുമായിട്ടാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്ത്, ഇന്ന് സുനിതാ വില്യംസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. 72 പ്രാവശ്യം ഇസ്രായേൽ ഫലസ്തീനിന്റെ പാവപ്പെട്ട പിഞ്ചോമന മക്കളുമാറി വാളെടുത്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മസ്ജിദുൽ അഖ്സ പിടിച്ചടക്കുന്നതിന് വേണ്ടി യുദ്ധം നടത്തിയെങ്കിൽ ആ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന് രാപ്രയാണം നടത്തിയ ആ വിശുദ്ധ ഖുർആനിന്റെ തുടക്കം പറയുന്ന അത്ഭുതത്തിന്റെ വാക്കില്ലേ, സുബ്ഹാനല്ലദീ സുബ്ഹാനല്ലദീ. ഈ ഒരു അത്ഭുത സംഭവം പറയാൻ അല്ലാഹു ഉപയോഗിച്ച വാക്ക് സൂറത്ത് യാസീനിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് ഇസ്രായേൽ പറഞ്ഞ അതേ വാക്ക് ആദ്യം എടുത്തുകൊണ്ട് സുബ്ഹാനല്ലദീ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു ലോകത്ത് പടച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ഇണകളായിട്ടാണ് പടച്ചത്. അന്തരീക്ഷം ഇണയാണ്, ഭൂമി അതിന്റെ ഭാര്യയാണ്. അന്തരീക്ഷമാണ്, ഭൂമി അതിന്റെ ഭാര്യയായ പെണ്ണ്. അതിന് തെളിവുണ്ട് ഖുർആനിൽ. വൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്സിറാത്തിൽ നിന്നും മാഅൻ സജ്ജാജ, അല്ലാഹു വെള്ളത്തെ ഇറക്കി. ഭൂമി അന്തരീക്ഷമാകുന്ന പൗരുഷത്തിൽ നിന്നും അല്ലാഹു ജലമണികളെ ഭൂമിയാകുന്ന സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് ഹബ്ബം വനബാത, നമുക്ക് മക്കളുണ്ടാകുന്ന പോലെ ഹബ്ബം വനബാത വജന്നാത്തിൻ അൽഫാഫ, പഴവർഗ്ഗങ്ങൾ വരിക. പെരക്കയും കാരക്കയും ഒക്കെ ഭൂമിയുടെ മക്കളാണ്. ആണാകുന്ന അല്ലാഹു ആണാകുന്ന അന്തരീക്ഷത്തിന്റെ മഴത്തുള്ളിയാകുന്ന ബീജത്തിൽ നിന്ന് ഭൂമിയാകുന്ന പെണ്ണിന്റെ ഗർഭാശയത്തിൽ നിന്ന് പൊട്ടിവിടരുന്ന ഹബ്ബം വനബാത, എല്ലാം ആണും പെണ്ണുമായിട്ടാണ് അല്ലാഹു പഠിച്ചിരിക്കണേ. എല്ലാ വസ്തുക്കളെയും അല്ലാഹു ആണും പെണ്ണുമായിട്ടാണ് പടച്ചതമ്പുരാൻ ഖുർആനിലൂടെ വിശദീകരിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വമാ ഫിൽ ജന്നത്തി അഹ്സബ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വമാ ഫിൽ ജന്നത്തി അഹ്സബ്, സ്വർഗ്ഗത്തിൽ അവിവാഹിതരില്ല. ഒരു മനുഷ്യൻ കിടക്കുമോ അവന് ഇണ നിർബന്ധം. അല്ലാഹു അവന് ഇണകളെ കൊടുത്തിരിക്കും. ആണാകട്ടെ പെണ്ണാകട്ടെ ഇണകളെ കൊടുത്തിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ മറ്റൊരു ഭാഗം പറയുന്നുണ്ട്, സ്വർഗ്ഗത്തിൽ ഹൂർലിയങ്ങളുമൊത്ത് പല വർഗ്ഗങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പറയുന്നു. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ദഊൻ. സ്വർഗത്തിന്റെ ചാരുകസേരകളിൽ ഇരുന്ന് അരികിലൂടെ ഒഴുകുന്ന അരുവികളെ നോക്കിയിട്ട് ഭാര്യയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഫലം കഴിക്കുന്ന മനുഷ്യനെ കുറിച്ച് സൂറത്ത് യാസീൻ പറയുകയാഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ആ സ്വർഗത്തിൽ തന്റെ ഇണകളുമായി ചാരിയിരുന്നു കൊണ്ട് പഴങ്ങൾ കഴിക്കുന്ന പലവർഗ്ഗങ്ങൾ കഴിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാം. അപ്പൊ സ്വർഗത്തിൽ ചെന്നാലും ഇണകളുണ്ട്. ചുരുക്കത്തിൽ ഇണകളുമായുള്ള ജീവിതത്തെ അല്ലാഹു അടിസ്ഥാനപരമായ തത്വമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുക, അങ്ങനെ ഇണകൾ വേണമെന്ന ആവശ്യം ഒരു ആണിന് തോന്നുമ്പോ ഒരു പെണ്ണിന് തോന്നുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം
ഇസ്ലാമിക ശരീഅത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അവന് നിക്കാഹ് ചെയ്യിപ്പിച്ചു കൊടുക്കണം. എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ആണുങ്ങളെ വിവാഹം കഴിക്കുന്നതിന്റെ നിയമത്തെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പെണ്ണിന് എന്തൊക്കെ കൊടുക്കേണ്ടി വരുമോ അത് മുഴുവനും കൊടുക്കുന്നവർ. അതായത് പെണ്ണിന് കൊടുക്കേണ്ടുന്നത് അത് പണമാകട്ടെ, ചിലവാകട്ടെ, ശരീരമാകട്ടെ, ആരോഗ്യമാകട്ടെ, അത് കൊടുക്കാൻ ഒരു മനുഷ്യൻ പക്വതയുള്ളവനായി അവന് കഴിയും എന്ന് മനസ്സിലായാൽ അവൻ വിവാഹിതനാകണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. പക്ഷെ ഇവിടെ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു സ്ഥലത്തുമില്ലാത്ത ഒരു അത്ഭുതം അവിടെ നമുക്ക് കാണാം. അതാണ് ഞാൻ ആദ്യം ഓതിയ ആയത്ത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കതീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് രണ്ട് പ്രാവശ്യം ഇത്തഖൂ, രണ്ട് പ്രാവശ്യം ഇത്തഖൂ എന്ന് പറഞ്ഞ മറ്റൊരായത്തില്ല. എന്തുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഈ ആയത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു ഇരിക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി ഇത്തഖൂ. കാരണം എന്താ? അത് നിസാരമായിട്ട് തള്ളിക്കളയാനുള്ളതല്ല, ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ശരീരത്തിൽ നിന്ന് ആദ്യം നിങ്ങളെ പടച്ചു. വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്ന് അതിനെ ഇണയെ പഠിച്ചു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു അതിനുശേഷം ആണും പെണ്ണുമായിട്ട് ഇങ്ങനെ ധാരാളം മക്കളുണ്ടായി, ജനങ്ങളുണ്ടായി, അവരെല്ലാവരും ഉണ്ടായി. രണ്ട് പ്രാവശ്യം പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ട് പ്രാവശ്യം ഇത്തഖൂ എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ കാര്യം ആദം നബിയുടെ വാരിയലിൽ നിന്നാണ്, ഇടത്തെ വാരിയലിൽ നിന്നാണ് പെണ്ണിനെ പടച്ചത്. വക്കാന നായിമ, ആദം നബി ഓപ്പറേഷൻ നടന്നപ്പോ അറിഞ്ഞില്ല. വക്കാന നായിമ, അനസ്തേഷ്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർമ്മ അള്ളാഹു ആദം നബി ഓപ്പറേഷൻ ചെയ്തു, ഇടത്തെ വാരിയല്ലൂരിയിട്ട് പെണ്ണിനെ പടക്കാൻ തീരുമാനിച്ചപ്പോ വക്കാന നായിമ, ആദം നബിയെ മയക്കി കിടത്തിയിരിക്കുകയായിരുന്നു. ഒന്നും പറഞ്ഞില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ആയത്തിൽ രണ്ട് പ്രാവശ്യം ഇത്തഖൂ എന്ന് അള്ളാഹു പറഞ്ഞത്? രണ്ട് പ്രാവശ്യം നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കാൻ പെണ്ണിന്റെ വിഷയത്തിൽ പറഞ്ഞതെന്താ? ആദം നബിയുടെ വാരിയിൽ നിന്നാണ് പെണ്ണിനെ പടച്ചത്. അതുകൊണ്ട് തന്നെ ആ വാരിയലിനെ നേരെയാക്കാൻ നിനക്ക് പറ്റൂല. പെണ്ണെന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ, പെണ്ണ് വഴക്കുണ്ടാക്കിയാൽ, പെണ്ണ് സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വിവരക്കേട് കാണിച്ചാൽ നിനക്ക് അവളെ നേരെയാക്കാൻ പറ്റൂല. ഇനി എത്ര വലിയ വാർത്തവി എന്ന് പറഞ്ഞാലും അള്ളാഹു ഉസ്താദെ പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നിനക്ക് അവളെ നേരെയാക്കാൻ പറ്റില്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മഹിളാ സമാജം ഇംഗ്ലീഷ് ഉണ്ടാവാൻ ഞാൻ നേരെയാക്കുമെന്ന് പറഞ്ഞ് നടക്കൂ? അള്ളാഹിന്റെ റസൂല് നേരെ ആവൂലെന്ന് പറഞ്ഞൊരു കുടുംബശ്രീക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മളിപ്പോ നന്നാവെന്ന് പറഞ്ഞാൽ നടക്കൂല. ഒരു കാരണവശാലും അള്ളാഹ് നിങ്ങൾ നന്നാവൂലെന്ന് പറഞ്ഞാൽ നേരെയാക്കാൻ ശ്രമിക്കണ്ട, ഒരു മയത്തിൽ അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു. നിങ്ങളെ നേരെയാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, ഇനി ആരെങ്കിലും അവളെ നേരെയാക്കാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും, സംഭവം പൊട്ടിപ്പോകും, പിന്നെ ഒരു ഭയം ഉണ്ടാവും. എന്നാൽ നേരെയാക്കേണ്ട മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് മാറിയിരുന്നാലോ വീണ്ടും വളഞ്ഞു ഇങ്ങനെ വരും. അപ്പൊ രണ്ടും പറ്റൂല. ആകെ പൊല്ലാപ്പ പെണ്ണ് കെട്ടിയ. വെറുതെ പറഞ്ഞതല്ല, നേരെയാക്കാനും പറ്റൂല, ഒരുപാട് വളഞ്ഞു പോകാനും പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു മയത്തിൽ ഇങ്ങനെ കൊണ്ടുപോകണം. അഞ്ചശ പെണ്ണിനെ പിടിച്ച് വണ്ടിയുടെ ബേക്കിലിരുത്തി, ഒട്ടകത്തിന്റെ കുതിരപ്പേരെ ബേക്കിലിരുത്തിയിട്ട് അങ്ങനെ പോവാൻ. കൈമണി അഞ്ചശ കവിയായിരുന്നു കവി. ഉടമ പുല്ലുകൾ പോലുള്ള ചോളകൾ കൊമ്പു ചങ്കുകൾ
കുതിരപ്പുകളാൽ കുതിരകൾ താളത്തോളം ഓടിച്ചാടിയും സഫുനിപ്പുകളാൽ. പാട്ടൊക്കെ പാടി ഇങ്ങനെ കുതിരപ്പുറത്ത് പെണ്ണിനെ കൊണ്ടുപോയപ്പോ വഴിയിൽ കൈ കാണിച്ചു. ആരാ? ഹൈവേ പോലീസ് അല്ല, അള്ളാന്റെ റസൂൽ. കൈ കാണിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അഞ്ചശയോട് പറഞ്ഞു, നിന്റെ ബേക്കറി ഇരിക്കുന്ന സാധനം എന്തെന്ന് നിനക്കറിയും? നീ എന്താ വിചാരിച്ചു? പെണ്ണ് കിട്ടുമ്പോ എന്ത് പാട്ടും പാടി പൾസറിന്റെ വണ്ടേക്കറി ഫസ്റ്റ് തൊട്ട് ഒറ്റ വിടക്ക് ഇവിടെ നിന്ന് നേരെ നിലമേ ചെന്ന് വീഴും. അങ്ങനെ അങ്ങ് പോകാനാണോ നിനക്ക് പെണ്ണ് കിട്ടിച്ചെന്നേ? അല്ല. നിന്റെ വാഹനത്തിന്റെ പുറകിലിരിക്കുന്നത് പെണ്ണ്, അവളെ കുലുക്കാതെ കൊണ്ടുപോകാൻ. എന്താ അള്ളാന്റെ റസൂല് പറയാണ്? ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞു പെണ്ണ് പോകുമ്പോ ഒളിച്ച് നോക്കല്ല, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാന്റെ റസൂല് പറയാ, നിന്റെ പുറകിലിരിക്കുന്നത് നിനക്ക് തട്ടിക്കളിക്കാറുള്ള ഫുട്ബോൾ അല്ല, അവള് പെണ്ണ്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോകും. പാട്ട് പാടിക്കോ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് കുലുങ്ങണ്ട, അവള് പെണ്ണാണ്. സഹോദരിമാര് വിചാരിക്കും ചിലപ്പോ 3-ാം മാസമായിരുന്നിട്ടുണ്ട്, അതുകൊണ്ടല്ല. പെണ്ണാണെങ്കിൽ ഏത് മാസമാണെങ്കിലും കുലുക്കാതെ കൊണ്ടുപോകൽ പുരുഷന്മാരെ ബാധ്യതയാണ്. പെണ്ണ് കെട്ടിയോ കുടുങ്ങി, ഇന്ന് ഇത് കേട്ടേ പറ്റും നിർബന്ധമായിട്ട്. നാളെ നിങ്ങൾ വന്നിട്ടേക്ക് കുഴപ്പമില്ല, നാളെ നിങ്ങൾ വരാതിരിക്കരുത്, നാളെ നിങ്ങൾക്ക് അങ്ങനെ രണ്ടുപേരും വിടാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ ദിവസം നമുക്ക് ഉത്തമ ഭർത്താവ്, 2-ാമത്തെ ദിവസം ഉത്തമ ഭാര്യ, 3-ാമത്തെ ദിവസം ഉത്തമ മക്കൾ. അതാ വിഷയം. 3 ഭാഗവും ഇതിങ്ങനെ ഓഫാക്കിയിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു അതിന്റെ സദസ്സ്. അപ്പൊ 3 ഭാഗവും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങളിനി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ, അപ്പോൾ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു, ആണിനെ കുറിച്ചും പറഞ്ഞു. ആണും പെണ്ണും പരസ്പരം കാന്ത ആകർഷണം അള്ളാഹു തന്നെ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചാൽ ലാ തസവ്വജുൻ നിസാ അലിഹുസ്നിഹിന്ന, ഭംഗി നോക്കിയിട്ട് നിങ്ങൾ ഒരാളും വിവാഹം കഴിക്കല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാ. ഇന്ന് എല്ലാവർക്കും പൂവമ്പഴം പോലെ ഇരിക്കണ പെണ്ണിനെ അത് മതി. ഭംഗിക്ക് വേണ്ടി നീ പെണ്ണ് കെട്ടിയാൽ, സുന്ദരിയെ മാത്രം തെരഞ്ഞുപിടിച്ച് നീ കെട്ടിയാൽ ഒരു ദോഷമുണ്ടാകും. എന്താ ദോഷം എന്നറിയോ? ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്നഹാ തുശീബുക ഖബലൽ മുസീബ്. നിനക്ക് യഥാർത്ഥത്തിൽ നര ബാധിക്കുന്നത് 70 വയസ്സാകുമ്പോഴാണെങ്കിൽ, സൗന്ദര്യമുള്ള പെണ്ണിനെ തെരഞ്ഞു പിടിച്ച് നീ മനഃപൂർവ്വം കെട്ടിയെങ്കിൽ 35 ആകുമ്പോഴേ നരച്ചു തുടങ്ങും. സുന്ദരികളെ മാത്രം മതി എന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരന് ലുക്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, യഥാർത്ഥത്തിൽ നിനക്ക് നര ബാധിക്കുന്നത് 60-ലോ 70-ലോ ആണെങ്കിൽ ഈ നര നിനക്ക് ബാധിക്കുന്നത് 30-ലായിരിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നമ്മുടെ മക്കളുണ്ടല്ലോ മാതാപിതാക്കളുടെ രഹസ്യമാണ്. മാതാപിതാക്കളുടെ ഉള്ളാണ് മക്കൾ. പാപ്പാന്റെ സ്വഭാവം മക്കള് കാണിക്കും. ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ വളരുമ്പോഴെങ്കിലും കാണിക്കും. പേടിക്കും, ഉറപ്പായും കാണിക്കും. ഇത് അള്ളാഹുവിന്റെ റസൂലാ പറയണേ, ഞാൻ നിങ്ങൾ എഴുതി ഉണ്ടാക്കിയില്ല. ഹബീബായ പ്രവാചകർ പറയുന്നു, അൽ ഔലാദു സിർറുൽ വാലിദൈൻ, മക്കൾ മാതാപിതാക്കളുടെ രഹസ്യമാണ്. അവർ പുറത്തു പറയാത്ത അവരുടെ ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ നോക്കിയാൽ മതി, കാണും. അതുകൊണ്ട് ദുസ്വഭാവം മാറ്റിയിട്ട് വേണം മക്കളുമായിട്ടുള്ള ബന്ധം തുടങ്ങാൻ. കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള ദുസ്വഭാവം പോലും അള്ളാഹു ആ മക്കളിലേക്ക് അള്ളാഹു ഇങ്ങനെ അയച്ചു കൊടുക്കും. ഇനി നമുക്ക് നിക്കാഹിലേക്ക് വരാം. ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും. പുരുഷന് കല്യാണം കഴിക്കാനുള്ള പവർ, അവന് പണം ഉണ്ടാക്കാൻ ഒരു ദിവസമൊക്കെ ജോലിക്ക് പോയി 10-200 ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള തോക്കത്തും കഴിവൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ താമസിക്കുമ്പോഴാണ് മൊബൈലിൽ 10 പൈസക്ക് റീചാർജ് ചെയ്യാൻ കിടന്ന് ഓടണം. പിന്നെ താമസിക്കില്ല. പിന്നെ എത്രയും പെട്ടെന്ന് നിക്കാഹ് നടത്തണം. പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ. അതിന്റെ താല്പര്യം എത്തുന്ന പ്രായം നമുക്കറിയാം. അതെത്തുമ്പോ എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള കരിക്കൽ നീക്കം. അപ്പോ അങ്ങനെ ഒരു പുരുഷൻ ചിന്തിച്ചു, എനിക്കൊരു പെണ്ണ് വേണം. അങ്ങനെ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തുങ്കവുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ. തുങ്കവുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ.
സമ്പത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, കുടുംബ മഹിമ നോക്കിയിട്ട്, സൗന്ദര്യം നോക്കിയിട്ട്, ദീൻ നോക്കിയിട്ട് നിങ്ങൾ പെണ്ണ് പിടിക്കാറുണ്ട്, പെണ്ണിനെ തിരക്കാറുണ്ട്, പെണ്ണിനെ അന്വേഷിക്കാറുണ്ട്. ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശരി, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കാം, കുഫു വെക്കണം. നിന്റെ കുടുംബത്തിലെ പോലെ തന്നെ പണം അവരുടെ കുടുംബത്തിലും ഉണ്ടാവണം. നിനക്കുള്ള പോലെ സൗന്ദര്യമില്ലെങ്കിലും സൗന്ദര്യബോധം ഒരല്പമെങ്കിലും മുഖത്ത് പ്രകടിപ്പിക്കാനുള്ള പ്രതീക്ഷ നിന്റെ ഉള്ളിലുള്ളത് നല്ലതാണ്. അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിക്കുന്നുണ്ട്. അതൊന്നും നിഷേധിച്ചിട്ട് നിങ്ങൾ എല്ലാവരും വികലാംഗരെ കെട്ടണമെന്ന് പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്ത് തന്നെ നോക്കുക. പക്ഷെ ദീനുള്ള പെണ്ണിനെ നിങ്ങൾ എന്ത് ചെയ്യുക? മുൻഗണന കൊടുക്കുക. ആ പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞുപിടിക്കുക. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള പെണ്ണിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ദുനിയാവ് മുഴുവനും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. ആ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹത്തായ പെണ്ണ് ഏത് സ്വാലിഹത്തായ പെണ്ണാണ്? വിദേശ രാജ്യത്ത് നിന്ന് വർഷങ്ങളായി കഷ്ടപ്പെടുന്നതിന്റെ പ്രിയതമൻ അറിയാതെ അയൽവാസിയുടെ വാഹനത്തിൽ കയറി ഭീമാപ്പള്ളി ഉറൂസിന് പോകുന്ന പെണ്ണിനെ കുറിച്ചല്ല ഈ പറയുന്നത്. തന്റെ പ്രിയപ്പെട്ടവൻ അറിയാതെ എന്റെ പ്രിയമുള്ളവരെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ കൂടെ വികാലാൻഡിൽ പോയിട്ട് കുപ്പായം ധരിച്ച് വെള്ളത്തിൽ ചാടുന്ന പെണ്ണിനെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നവരല്ല, അന്യപുരുഷന്മാരിലേക്ക് നോട്ടമയക്കുന്നവരല്ല, പാതിരാത്രിയിൽ മൊബൈൽ എടുത്ത് വെച്ചിട്ട് കണ്ട് അന്യപുരുഷന്മാരോട് സംസാരിച്ചുകൊണ്ട് സമയം കളയുന്നവരല്ല. സ്വാലിഹത്തായ പെണ്ണെന്നല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തന്റെ പ്രിയതമന് കൊടുക്കാനുള്ളത് പ്രിയതമന് മാത്രം കൊടുക്കുന്ന, തന്റെ പ്രിയതമനോട് പറയാനുള്ളത് പ്രിയതമനോട് മാത്രം പറയുന്ന, തന്റെ മക്കളെയും കുടുംബത്തെയും മാന്യതയോടെ സംസ്കരിക്കുന്ന, മാന്യതയോടെ സംരക്ഷിക്കുന്ന, ആ ഭർത്താവിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന പെണ്ണ അവളാണ് സ്വാലിഹത്തായ പെണ്ണ് എന്നല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ വേണം നമ്മൾ അന്വേഷിക്കാൻ. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് 100% സ്വാലിഹത്തല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 101% സ്വാലിഹത്താക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ആദ്യമേ മറക്കട മുറ്റയോടെ ചാടാൻ പാടില്ല. പെണ്ണ് കാണാൻ ചെല്ലുന്നതിന് മുമ്പ് പറയും ബർദ ഇടണം, മഫ്ത ഇടണം, മുഖം മറയ്ക്കണം, അത് മറയ്ക്കണം, ഇത് മറയ്ക്കണം, കാലൊക്കെ ഫുൾ മറഞ്ഞിരിക്കണം, സോക്സ് ഇടണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പെണ്ണെല്ലാം സമ്മതിക്കും. നമ്മൾ ആലോചിക്കുക, ചിലപ്പോ മോഡലാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞത്, ചിലപ്പോ ഇത്രയുള്ളതായിരിക്കും ഇടുന്നത്. നിങ്ങൾ ഈ വാശി പിടിക്കുമ്പോൾ അവസാനം ഓരോ ദിവസം കഴിയുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ അവസാനം ഒന്നുമില്ല. ആ ഒരു പണി ദയവേദല്ലാണ് നിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മര്യാദ ഉണ്ടല്ലോ പറയാം. ഇപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ചിന്തിച്ചേ, ആദ്യം ഇത്രയുള്ള ഇടുന്ന പെൺകുട്ടിയോട് നിങ്ങൾക്ക് പറയാം, കുറച്ചു എന്റെ കരളല്ലേ, ഒരു ശകലം കൂടി ഇങ്ങോട്ടൊന്ന് മറച്ചേ, മുട്ട് വരെ ആയിക്കോട്ടെ. അപ്പൊ ഭാര്യക്ക് സന്തോഷമാവും, അൽഹംദുലില്ലാ നല്ല പറഞ്ഞു. 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് ഒരു ശകലം കൂടി ഇങ്ങോട്ട്. അങ്ങനെയാണ് ഫുള്ളാക്കാൻ പറ്റും. ഇത് വന്നുടനെ ഉമ്മാമാരെ പഴയ വെറുതെ എടുത്ത കൊണ്ട് കണ്ടോന്ന് പറഞ്ഞ ദേഹം നടന്നങ്ങ് വീടിച്ചു പോകാനല്ലോ. അങ്ങനല്ലേ ചെയ്യാനല്ല, ഒരു മര്യാദ വേണം. ഭാര്യയെ പടിപടിയായി അല്ലാണ്ട് റസൂല് പറഞ്ഞില്ലേ, നിങ്ങൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും, നോക്കാതിരുന്നാ വളഞ്ഞും രണ്ടും പ്രശ്നം. അതുകൊണ്ട് മയത്തോടുകൂടി സ്വാലിഹത്താക്കി അവിടെ മാറ്റാൻ ഏതൊരാണിനും സാധിക്കും. ഒന്ന് പരിശ്രമിച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്റെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളോട് ഞാനൊന്നൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരുപാട് കുടുംബജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് കുടുംബജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടല്ലോ. ഈ വാടോട്, കണ്ണങ്കോട്, നിലമേൽ ഭാഗത്ത് പരിസരത്തുള്ള ഒരുപാട് കുടുംബങ്ങളുടെ കഥ നിങ്ങൾക്കറിയുമല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ധനത്തിന്റെ കണക്ക് പറഞ്ഞ് പെണ്ണ് കെട്ടാത്ത, അതേ സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കെട്ടിയ, അച്ചാരം വാങ്ങാതെ പെണ്ണ് കെട്ടിയ, കൂടിയ വാഹനമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കിട്ടൂ എന്ന് നിബന്ധന വെക്കാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഇന്ന് പട്ടിണി കിടക്കുന്നുണ്ടോ? പെണ്ണ്
101 പവൻ നിന്റെ വാപ്പതെന്നല്ലാതെ നിന്നെ കെട്ടില്ല എന്ന് വാശി പിടിക്കാതെ അതേ പെണ്ണിന്റെ വകയായിട്ടുള്ളത് 2 സെന്റ് വസ്തുവാണെങ്കിൽ അത് ഒരു 2 കമ്മലാണെങ്കിൽ അത് ഒരു 2 പവനാണെങ്കിൽ അത് സന്തോഷത്തോടെ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒന്ന് പരിശോധിക്കുക. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പട്ടിണി കിടന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അതിന്റെ പേരിൽ നിന്ദനായിട്ടുണ്ടോ? ഇല്ല ഉമ്മ, ഇല്ല. എത്രയോ 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 ചരിത്രം സാക്ഷിയാണതിന് നമുക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മർഹബ കാറ്ററിംഗ് സർവീസിന്റെ ചുണക്കുട്ടന്മാരായ സഹോദരങ്ങള്, സാരാ യുവജനവേദിയുടെ ചുണക്കുട്ടന്മാരായ പ്രവർത്തകര്, KMYF-ന്റെ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിന്റെ പ്രഭ പരത്തുന്നതിന് വേണ്ടി രക്തമൊലിപ്പിച്ചുകൊണ്ട് വിയർപ്പൊലിപ്പിച്ചുകൊണ്ട് വിശ്രമരഹിതമായ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയട്ടെ, എന്റെ പെണ്ണുമോന് അള്ളാഹുവിന്റെ ബറക്കത്തുള്ള ജീവിതം വേണോ? അള്ളാന്റെ റഹ്മത്തുള്ള ജീവിതം വേണോ? കാളച്ചന്തയിലെ കാളകള് ബലിപെരുമാറിന്റെ കച്ചവടത്തിന് വേണ്ടി പുറയിലടിച്ച വില പറയുന്നത് പോലെ നിന്റെ പൊന്നുമോന് പെണ്ണ് വീട്ടുകാര് തട്ടിനോക്കിയിട്ട് വില പറയുന്ന ഒരു നശിച്ചു നാറിയ നികൃഷ്ടമായ സമ്പ്രദായത്തിന് നീ സാക്ഷിയായി കിടന്ന മോനെ, അത് നിനക്കൊരിക്കലും ഗുണം പിടിക്കുന്ന രംഗമല്ല. അതുകൊണ്ട് അതിൽ നിന്ന് മാറണേ ചെറുപ്പക്കാരാ. നിനക്ക് കഴിയും പൊന്നുപോലെ എപ്പോഴോ പൊട്ടിക്കറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ഇസ്ലാമിന്റെ പൊന്നോമന പുത്രികൾക്ക് അതുകൊണ്ടൊരാശ്വാസം വരുമെങ്കിലോ നീ നടത്തുന്ന ഏറ്റവും വലിയ ദീനീ പ്രവർത്തനം അതാണ് പോലും. ഔഷാദുബാക്കളുടെ ആയിരക്കണക്കാരെ ഫ്ലക്സ് ഒട്ടിച്ചത് എന്റെ പ്രിയമുള്ളവരെ ദീനീ പ്രവർത്തനത്തിന്റെ ആവേശം കൊണ്ടാണെങ്കിൽ, ഈ വിനീതനോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടാണെങ്കിൽ, ആ സ്നേഹം നിലനിർത്തിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വാപ്പയോടുമ്മയോട് തറപ്പിച്ചു പറയുക, വാപ്പ ഞാൻ മുസ്ലിമാര് ജീവിക്കുന്നവനാ, മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നവനാ, ഞാൻ യാത്ര ചെയ്യുന്നവനാ, ഞാൻ ജോലികൾക്ക് വേണ്ടി ഇറങ്ങിപ്പോകേണ്ടവനാ, ഞാൻ എവിടെയെങ്കിലും പോയാ എന്റെ വീടിന്റെ കത്തളത്ത്, റൂമിന്റെ കത്തളത്ത് എന്റെ മണവറയുടെ മടിപ്പട്ടിലിരുന്നുകൊണ്ട് നിറകുന്നവളോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പെണ്ണാണെന്ന എനിക്ക് ആവശ്യമുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയാൽ അവൾക്ക് കിട്ടിയ സ്വർണവും വാരിയെടുത്തുകൊണ്ട് പോകുന്ന പെണ്ണിനെയല്ല, എന്നോർത്തുകൊണ്ട് പൊട്ടിക്കറിയുന്ന എനിക്ക് വേണ്ടി വിക്രും ദുആയും ചെയ്യുന്ന ഒരു പെണ്ണാണുമ്മ എനിക്ക് ആവശ്യമുള്ളത്. അവള് തലമറച്ചാ പോരവുമ്മ, അവള് മൊത്തയിട്ടാൽ പോരവുമ്മ, അവള് ഭർത്താവിനെ ആദരിക്കണമുമ്മ. ഇരുളിന്റെ ഉള്ളറയിലാണെങ്കിലും സൃഷ്ടാവായ തമ്പുരാനെ വഴിപ്പെടണമുമ്മ. നിങ്ങളെ സ്വന്തം ഉമ്മയെ പോലെ സ്നേഹിക്കണമുമ്മ. എന്റെ വാപ്പ എന്നെ വളർത്തിയ വാപ്പ, എനിക്ക് ഭക്ഷണം തന്ന വാപ്പ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട വാപ്പ, ആ വാപ്പാരെ അവൾ സ്വന്തം പിതാവിനെ പോലെ നോക്കണം ഉപ്പ. അതുകൊണ്ട് അങ്ങനെ ഒരു പെണ്ണ് മതി എന്ന് തീരുമാനിക്കുന്ന ചെറുപ്പക്കാരാ, അവിടെ ഒരിക്കലും നിനക്ക് നഷ്ടം വരില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുന്ന, മനസ്സുണ്ടെങ്കിൽ പറയേണ്ടത് എന്റെ കടമയാണ്. മനസ്സുണ്ടെങ്കിൽ, ആ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, ഭാര്യയുടെ പിതാവിന്റെ പലിശപ്പണം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിന് കട്ടിൽ വാങ്ങി കിടക്കല്ല മോനെ. നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ വീട് വീടാന്തരം പെണ്ടി നടന്നിട്ട് നാണയക്കെട്ടുകൾ ഒപ്പിച്ചു കൊണ്ടുവരുമ്പോ ഓ പൈസ കൊണ്ട് കറങ്ങല്ല മോനെ, ഓ പൈസ കൊണ്ട് വയറ് നിറയ്ക്കല്ല മോനെ, ആ പൈസ കൊണ്ട് കൂടുപോകല്ല മോനെ, ആ പൈസയുടെ വാഹനത്തിൽ നിന്ന് കറങ്ങല്ല മോനെ. നിനക്ക് സമ്പാദിക്കാനല്ലാതെ കഴിവ് തന്നല്ലോ, നിനക്ക് ആരോഗ്യം തന്നല്ലോ, അവരവരുടെ മകൾക്ക് കൊടുക്കുന്നത് കൊടുത്തോട്ട് അതിൽ വിഷയമല്ല. പക്ഷേ ഞാൻ പെണ്ണ് കെട്ടിയ എന്റെ പെണ്ണിനെ നോക്കാനുള്ള കഴിവെനിക്കുണ്ടല്ലോ, എന്റെ പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കഴിവെനിക്കുണ്ടല്ലോ. ആ കഴിവുണ്ടെങ്കിൽ കിട്ടിയാൽ മതി എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. ആ കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കിട്ടിയാൽ മതി. ഇനിയിപ്പോ നിക്കാഹിന്റെ സദസ്സിലേക്ക് ചെല്ലാം. പെണ്ണിനും ആലോചന വരിക. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങളെ പൊന്നുമോൾക്ക് ദീനും നല്ല സ്വഭാവമുള്ള ഒരു പുരുഷൻ ആലോചിച്ചുകൊണ്ട് വന്നാൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട.
അവരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. അങ്ങനെ ആണും പെണ്ണും നിക്കാഹായി നിക്കാഹിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മറക്കാറുണ്ട്. അപ്പോ പുതുമാപ്പിളയെ കൊണ്ടുപോയാൽ മാപ്പിള ഇറങ്ങുന്ന സമയത്ത് 100 രൂപ ഡ്രൈവറുടെ കയ്യിൽ വെച്ച് കൊടുക്കണം, എങ്കിലും നിക്കാഹിന് കൊണ്ട് വരുത്താവൂ. അപ്പോ അതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒന്ന് മറന്നു പോകും. നിക്കാഹിന്റെ സദസ്സിൽ ചെന്നിരുന്നിട്ട് ഉസ്താദ് ചോദിക്കും, ഇത്ര മഹർ? പുതിയാപ്പിള പറയും മുഹമ്മദ് യൂസുഫ്. ഉസ്താദ് വിചാരിക്കും അവന് മനസ്സിലായിട്ടുണ്ടാവൂല. മഹറായിരുന്നു, ഞാൻ പേരായിരിക്കും. സ്കൂൾ സർട്ടിഫിക്കറ്റിന് 27. അപ്പോഴും പുരിഞ്ചില്ല. പിന്നെ എപ്പോഴാ തിരിയണേ? വാപ്പാന്റെ അടുത്ത് ചോദിക്കും മഹർ എത്രയാന്ന്. വാപ്പ പറയും ഞാൻ മഹർ കൊടുത്ത് തന്നെ കെട്ടി. വാപ്പാക്കും അറിയില്ല. അവസാനം ഇങ്ങനെ കറങ്ങി ചിന്തിച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞു 101 രൂപ. വളരെ പൊരുത്തപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപ കണക്ക് പറഞ്ഞ് സ്വർണം ഉരച്ചു നോക്കിയ ഈ പഹൻ ആ പെണ്ണിനെ വരെ നിശ്ചയിക്കുന്നത് 101 രൂപ. അതെങ്ങനാ പറയണേ? മൈക്കിലൂടെ എല്ലാരും കേൾക്കണം. അന്തസ് അഭിമാനം നിലനിർത്താൻ ഒരു പെണ്ണിന് കൊടുക്കണ വില നമ്മൾ ചിന്തിക്കുക. എന്റെ സഹോദരിമാർ അനുവദിക്കരുത്. മഹർ ഇത്ര വേണോ എന്ന് ചോദിച്ചു വാങ്ങുക. ജനമധ്യത്തിൽ കുഴപ്പിക്കില്ല. അങ്കഹിത്തുക്കാന്ന് പറയുമ്പോ 5 ഏത്തക്കാന്ന് പറയണം. വീണ്ടും എടുത്തെടുത്ത് പറയുമ്പോ അങ്കഹിത്തുക്ക 5 ഏത്തക്കാന്ന് ഇവൻ പറയും. 6 നല്ലാണ് പറയും. ഒരു പാപ പറഞ്ഞതാ മവിലകിൽ മധുക്കൂരി എന്ന് പറഞ്ഞപ്പോ മുതുക്കിയാണെങ്കിൽ എനിക്ക് വേണ്ട. ലെക്കില്ല ഗാനുമില്ല നടക്കാനെ പിടിച്ച് ഡ്രസ് വിട്ട് കൊണ്ടിരുത്തി എങ്ങനെ തന്നെ ഇരിക്കും. ഈ അടുത്തൊരു പള്ളി കണ്ടില്ലേ, നിക്കാനും വന്ന ആൾക്കാരെല്ലാം ഒന്ന് പുതിയാപ്പിളെ കണ്ടിട്ട് നോക്കിയപ്പോ പുതിയാപ്പിള ഹൗദിൽ നിന്ന് നീന്തി കയറാം. ഉള്ളു എടുത്തോണ്ടിരുന്നപ്പോ ആരോ തട്ടിട്ടു. ഉള്ളു എടുത്തോണ്ടിരുന്നപ്പോ ആരെ കാലിയേറി തട്ടി. തലേ ദിവസത്തെ പിടുത്തം മാറിയില്ല, നേരെ ഒന്ന് വീണു. പിന്നെ ഇതിനൊക്കെ എങ്ങനെ കുളിപ്പിച്ചെറിയ കൊണ്ടുവന്ന് നിക്കാ നടത്തും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന്റെ എല്ലാം ഗതികേടാ നമുക്ക് നിക്കാടത്താൻ മോളെ. ചെറുപ്പക്കാര് കല്യാണമൊക്കെ അങ്ങ് തകർക്കുകയാണ്. ഒന്നല്ലേ ഉള്ളു ഉസ്താദെ കല്യാണം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്തായി പറയണേ? നിങ്ങൾ വിചാരിക്കുന്ന കണക്കാണ് എത്ര കുപ്പിയാ പെരേടത്തെന്ന് പറക്കണേന്നറിയോ? ഇതൊക്കെ നിസാരമായിട്ട് കാണാനുള്ളതല്ല. നമ്മുടെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ സഹോദരങ്ങള് ഇസ്ലാമിക പ്രവർത്തകരായിരുന്നിട്ട് പോലും സാറേ ഞാൻ കുടിക്കൂല, ഞാൻ കൂട്ടുകാർക്ക് എടുത്തു കൊടുക്കണത്, ഞാൻ കുളങ്ങ് കുറഞ്ഞു, നമ്മൾ ഒരുമിച്ചല്ലോ, ഞാനതൊന്നും ചെയ്യൂല. കൂട്ടുകാർക്ക് ഉള്ളതാ, അവരെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റൂല. വീട് വാർപ്പിന് ഞാനല്ല മേശിരി ഒരേ നിർബന്ധം. പിന്നെ നമ്മളൊന്നും അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ കൊള്ളാം, ഞാൻ ആരെ മോനം തരും. ഉസ്താദ് എന്താ പറയുന്നത്? ഉസ്താദ് ഭയങ്കര തെറ്റിദ്ധാരണ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം പറയും. കാര്യത്തിൽ നമ്മളും പുലിയ അല്ലേ? നമ്മൾ ചിന്തിച്ചേ എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നു. അപ്പൊ ആവശ്യമുള്ളതിനെ കുറിച്ച് ഒരു ബോധവുമില്ല, ആവശ്യമില്ലാത്തതിനെ കുറിച്ച് അധികരിച്ച ബോധവും. അതുകൊണ്ടല്ലേ 40 കോടി കേരളം കുടിച്ചു തീർത്തു ഡിസംബർ 31 രാത്രിയിൽ. പകല് വിറ്റത് വേറെ. ഡിസംബർ 31 പാതിരാത്രി 11 മണിക്കകം 12 മണിക്കകം 11 ശേഷം കേരള ജനതയിലെ യുവ സുഹൃത്തുക്കൾ കുടിച്ചു കൂട്ടാടിയത് 40 കോടി രൂപയുടെ മദ്യമാണ്. വിളമ്പി വെക്കുമ്പോ ഒരു പള്ളിയിൽ പോലെ വാപ്പ പറയുന്നു അവിടെ 7 പേരുണ്ടായിരുന്നു, എനിക്ക് 70 രൂപ കിട്ടി. ഉമ്മ പറയുന്നു അവിടെ 50 പേരുണ്ടായിരുന്നു, എനിക്ക് 20 രൂപ കിട്ടി. പൊട്ടിക്കറഞ്ഞുകൊണ്ട് ആ പൊന്നുപോള് ശബ്ദ കോടികൾ സ്ത്രീധനം വാങ്ങി അന്തരീക്ഷത്തിൽ വെച്ച് കല്യാണം നടത്തിയ പണക്കൊതിയന്മാര് പട്ടികളെ പോലെ കശാപ്പ് ശാലയില് നാവും വീട്ടി നടക്കുന്ന പോലെ പടപ്പിന്റെ പിന്നാലെ പടക്കം പായുന്നവർക്ക് ആ ശാപം ഓരോ ഇടിമുഴക്കമായി പെയ്തിറങ്ങുമ്പോ എങ്ങനെ രക്ഷപ്പെടുമെന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? എങ്ങനെ സ്വസ്ഥമായി ജീവിക്കുമെന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? എങ്ങനെ സമാധാനത്തോടെ വീടിന്റെ ഉള്ളറയിൽ കഴിയുമെന്റെ പ്രിയപ്പെട്ടവര്? അല്ലാഹു അത്തരം അവസ്ഥകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുന്ന മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിക്കാഹിന് തീരുമാനിച്ചോ. അങ്ങനെ മഹറിനെ കുറിച്ച് ബോധമുള്ളവനായി പുതുമാരനായി നിക്കാഹിന്റെ സരസ്വരി വന്നിരിക്കുകയാണ്. നിക്കാഹെല്ലാം കഴിഞ്ഞു, സദ്യയെല്ലാം കഴിഞ്ഞു. അമ്മായിക്ക് വളരെ സന്തോഷമായി. നല്ല 2.5 പവന്റെ മോതിരമല്ലേ പാലും പഴത്തിൽ കിടന്നേ. എന്തൊരു പുഞ്ചിരിയാ, സഹിക്കാൻ വയ്യ. പഴത്തിന്റെ എത്ര തന്നെ ഉണ്ട്, അതങ്ങ് ഇറങ്ങി പോത്ത. ഇതെല്ലാം കൂടി കണക്കാക്കി അമ്മായിക്കും മരുമോക്കും എല്ലാവർക്കും സന്തോഷം. മോള് പിരിഞ്ഞു പോകാൻ നേരത്തെ എല്ലാരെയും കെട്ടിപ്പിടിച്ച് ഫ്രീ ആയിട്ട് ഓരോ കരച്ചിലും പാസ്സാക്കിയപ്പോ വാപ്പാക്ക് സഹിക്കാൻ വയ്യ. എന്തൊരു സ്നേഹം ഇത്രയും ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല.
ഈ സ്നേഹമെല്ലാം കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുകയാണ്. ഭർത്താവ് വളരെ മര്യാദ കുട്ടനായ ഒരു ഭാഗത്തിരിക്കുന്നു, ഭാര്യ മറുഭാഗത്തിരിക്കുന്നു. ഇവിടുന്ന് ഇസ്ലാമിന്റെ നിയമം നമുക്ക് പഠിക്കണം എന്ന് തോന്നുന്നത് എപ്പോഴാ? രണ്ടുപേർക്കും പരസ്പരം അടി കിട്ടി തുടങ്ങുമ്പോഴാണ്. ഇസ്ലാമിൽ അങ്ങനെ വല്ല നിയമമുണ്ട്? അതുവരെ 2-3 മാസത്തേക്ക് ഒരു നിയമവും വേണ്ട. തുറന്നിട്ട കിളികളെ പോലെ ഇങ്ങനെ പോവാൻ, തുറന്നു വിട്ട കിളികളെ പോലെ നമ്മൾ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ, ആ മടങ്ങി വരവിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, ഇനി എന്താണ് ഇസ്ലാമിന്റെ നിയമമെന്ന്. ഇസ്ലാമിൽ മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങൾ ധാരാളം ഇവിടെ ഉണ്ടല്ലോ. അവരുടെ കല്യാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര മനോഹരമാണെന്നറിയോ? നിലവിളക്ക് കത്തിച്ചു വെച്ച് നിറവറയും നിലവിളക്കുമെല്ലാം അതിന്റെ മുമ്പില് ഭാര്യയുടെ സാരിത്തുമ്പ് ഭർത്താവിന്റെ മുണ്ടിന്റെ തുമ്പിൽ കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റി നടക്കും. ശങ്കരാര ശങ്കരായ ശങ്കരായ മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം, സുന്ദരേശ മംഗളം, സനാതനായ മംഗളം. ഈ കീർത്തനോടെ പാടിയാൽ പിന്നെ മരിക്കുന്നത് വരെ ഈ മംഗളത്തിന് കോട്ട ഉണ്ടാവില്ല എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ ഇത് പാടാൻ അവർക്ക് നേരമില്ല, അത് വേറെ വിഷയം. എങ്കിലും നിയമം അങ്ങനെ ഒന്നുണ്ട്, നിയമം അങ്ങനെ ഒന്നുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഈ നിക്കാഹെല്ലാം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കുടുംബനാഥൻ ആരാണ്? ആണ്. ഇന്ന് ആണിനെ കുറിച്ചാ പറയട്ടെ. ഇനിയുള്ള ബാക്കി സമയങ്ങൾ ഒരു പുരുഷൻ കുടുംബത്തിൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. വിവാഹിതരാകാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, വിവാഹിതരാകാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിവാഹം ഈ അടുത്തു കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കണം, അവര് പ്രഭാഷണം കേൾക്കാൻ ഇവിടെ എത്തിയിട്ടില്ല എന്ന് ചിന്തയുള്ള ഉപ്പമ, ഇത് ശ്രദ്ധിച്ചു മക്കളെ വളരെ മനോഹരമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു 10-14 കാര്യങ്ങൾ, കടമകൾ, ബാധ്യതകൾ, ചിട്ടകൾ ഇങ്ങനെ വരിവരിയാ പറയാം. ഇത് വെറുതെ ഒരു മജ്‌ലിസായിട്ട് കണക്കാക്കില്ല. നമുക്ക് പഠിക്കണം, നമുക്ക് ചിന്തിക്കണം, നമുക്ക് മനസ്സിലാക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒന്നാമതായ ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇഹ്തിറാമുർ റജുലി അസ്സൗജത വൽ ഇക്റാമുഹാ. ഭർത്താവ് ഭാര്യയെ മാന്യത കൊടുക്കണം, ആദരിക്കണം. ഭാര്യക്കൊരു മാന്യതയും ആദരവും ഭർത്താവ് കൊടുത്തിരിക്കണം. ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു ഭർത്താവിൽ നിന്ന് മാന്യതയും ആദരവും ഒരു പെണ്ണിന് കിട്ടിയില്ലാണെങ്കിൽ ആ പെണ്ണ് പിന്നെ യവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭാര്യയാവില്ല. അതിൽ ഒരു സംശയവും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ഭർത്താവ് ആദ്യമായി ചെയ്യേണ്ടത് ഭാര്യയെ ആദരിക്കണം, അവൾക്ക് മാന്യത കൊടുക്കണമെന്നാണ്. കാരണം എന്തെന്നറിയോ? ആ ആദരവിന് അല്ലാഹുവിന്റെ റസൂല് 4 കാരണങ്ങൾ പറയുന്നുണ്ട്. വെറുതെ ഒരു ഭാര്യയെ ആദരിക്കണമെന്നല്ല, അങ്ങനെ ഒരു ഭാര്യയെ ആദരിക്കണമെങ്കിൽ അതിന് 4 കാരണങ്ങളാണ് അല്ലാഹുവിന്റെ റസൂല് പറയുക. ഒന്ന്, ആ കാരണങ്ങളും കൂടി ഭാര്യയ്ക്ക് ഉണ്ടാവണം. ഭർത്താവ് നിങ്ങളെ മാന്യതയോടുകൂടി കാണണം, നിങ്ങളെ ആദരിക്കണം. അതിന് 4 കാരണങ്ങൾ. അതിലൊന്ന്, ഫഹിയ ശരീകത്തു ഹയാത്തിഹി, അവൾ നിന്റെ ജീവിതത്തിന്റെ പങ്കാളിയാണ്, അവൾ നിന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരിയാണ്. നിന്റെ വേദനയും നിന്റെ പ്രയാസവും നിന്റെ സങ്കടവും നിന്റെ സന്തോഷവും എല്ലാം ഒരുമിച്ച് പങ്കുവെക്കാനുള്ള പങ്കാളിയാണവൾ. അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ. 2, വറബ്ബത്തു ബൈത്തിഹി, അവന്റെ വീടിന്റെ സംരക്ഷകയാണ്. അവൻ ജോലിക്ക് പോയാൽ ആ വീട് നോക്കേണ്ടത് അവളാണ്, അവന്റെ മക്കളെ നോക്കേണ്ടത് അവളാണ്. അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ. 3, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഉമ്മു ഔലാദിഹി, അവന്റെ മക്കളുടെ ഉമ്മയാണവൾ, അവന്റെ മക്കളുടെ മാതാവാണവൾ. അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ. 4, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വമൗലിഉ സിദ്ദിഹി, അവന്റെ രഹസ്യത്തിന്റെ ഉറവിടമാണവൾ. അതുകൊണ്ട് ആദരിക്കണം. നമ്മുടെ രഹസ്യം ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവരെ നമ്മൾ ആദരിക്കണം. ആദരിക്കാതെ അവര് പുറത്ത് ചാടിപ്പോയാൽ ചങ്കടിപ്പ് തുടങ്ങും. അളിയാ, മറ്റത് മിക്കവാറും പറയും, അള്ളാണ് പറയും.
കാരണം എന്താ? രഹസ്യം അറിയുന്നയാള് പുറത്തു ചാടി നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മുടെ സകല കാര്യങ്ങളും അറിയാം. പുറത്തു ചാടി സംഭവം വശക്കേടാവും, വെളിയിൽ പറഞ്ഞ നടക്കേടാവും. പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല. രഹസ്യം അറിയുന്നവർ അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണിനെ നീ ആദരിക്കണം. അതിന് നാലാമതായി മുത്തുനബി പറഞ്ഞതെന്താ? എടാ, നിന്റെ രഹസ്യം മുഴുവനും നിന്റെ ഭാര്യക്കല്ലേ അറിയൂ, നിന്റെ ഭാര്യയുടെ രഹസ്യം മുഴുവനും നിനക്കല്ലേ അറിയൂ. അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തീർന്നില്ല. മറ്റൊരു ഹദീസിൽ പ്രവാചകർ പറയുന്നു, മാ അക്റമൻ നിസാ ഇല്ലാ കരീം മാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാ അക്റമൻ നിസാ, സ്ത്രീകളെ ആദരിക്കുകയില്ല, ഇല്ലാ കരീം, ആദരവുള്ളവനല്ലാതെ. സ്ത്രീകളെ നിങ്ങളുടെ ഭർത്താവ് ആദരിക്കുന്നെങ്കിൽ അയാള് നല്ല ആദരവുള്ളവനാണ്. വമാ അഹാനഹുന്ന, സ്ത്രീകളെ നിസാരമാക്കുകയില്ല, ഇല്ലാ ലഈം, നിന്യനല്ലാതെ ഭാര്യമാരായ നിങ്ങളെ ഒരിക്കലും അവർ നിസാരപ്പെടുത്തില്ല. നിങ്ങളെ നിസാരപ്പെടുത്തുന്ന ഭർത്താവ് വെറും നിസാരനായിരിക്കും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. എന്തൊരു അർത്ഥവത്തായ ഹദീസാണ് എന്റെ പ്രിയമുള്ളവരെ. സ്ത്രീകളെ ആദരിക്കുന്നവർ അള്ളാഹു ആദരിച്ച നല്ല മനുഷ്യരാണ്. സ്ത്രീകളെ നിന്ദിക്കുന്നവർ, ഭാര്യമാരെ നിസാരമാക്കുന്നവർ അവരാരാ? ഇല്ലാ ലഈം, അള്ളാഹു ശപിക്കപ്പെട്ട നിന്ദ്യരാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മാത്രമല്ല, സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തു അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ഭാഗത്ത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്നു. അവസാനം അള്ളാഹു മക്കളെ കൊടുത്തു എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് ഖലീലായ ഇബ്രാഹിം നബിയോടല്ല, പിന്നാരോടാ? ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറാ ബീവിയോടാണ്. അള്ളാഹുവിന് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഖലീലായ ഇബ്രാഹിം നബിയോട് വേണമെങ്കിൽ അള്ളാഹുവിന് പറയാമായിരുന്നു, ഇബ്രാഹിമേ നീ ഒരു വാപ്പയാകാൻ പോകുന്നു എന്നല്ല. അള്ളാഹു പറഞ്ഞത് പെണ്ണിന് പദവി കൊടുത്തുകൊണ്ട്, അവളെ ആദരിച്ചുകൊണ്ട്, അവളുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് പറഞ്ഞു, വബശ്ശർനാഹാ ബിഇസ്ഹാഖ് വബശ്ശർനാഹാ ബിഇസ്ഹാഖ് വബശ്ശർനാഹാ ബിഇസ്ഹാഖ്. ഇബ്രാഹിം നബിയുടെ ഭാര്യക്ക് നാം സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. ഇസ്ഹാഖ് എന്ന ഒരു പൊന്നുമോ നിങ്ങൾക്ക് പിറക്കാൻ പോകുന്നു എന്ന ഒരു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ അവിടെ സ്ത്രീകൾക്ക് അള്ളാഹു പരിഗണന കൊടുക്കുകയാണ്. മൂന്നാമത്തെ നിയമം എന്താ? ഭർത്താക്കന്മാര് ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന മൂന്നാമത്തെ നിയമം, വാക്കു പറഞ്ഞാൽ പാലിക്കുക. 5 മണിക്ക് നീ ഒരുങ്ങി നില്ല്, ഇൻഷാ അല്ലാഹ് വന്നിട്ട് നമുക്ക് 2020 കാണാൻ പോവാം എന്ന് പറഞ്ഞു. താത്തച്ചങ്ങോട്ട് കൊച്ചിനെ കുളിയടാ കുളിപ്പിച്ച് ഒരുക്കി വൃത്തിയാക്കി എല്ലാം തേച്ച് റെഡിയാക്കി ഇങ്ങനെ നിൽക്കാണ്. 5 ആയി, 5:30 ആയി, 5:45 2020ക്ക് ടിക്കറ്റും കൊടുത്ത് മച്ച വന്നില്ല. അന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറുമ്പോ എങ്ങനെ ഉണ്ടാവും? മുഖം നല്ല ഭംഗിയായിരിക്കും, കഥകളി കാണാൻ പോയ മാതിരി അല്ലേ? വാക്കു പറഞ്ഞാൽ പാലിക്കണം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഏത് മതമായി പഠിപ്പിക്കണേ? വാക്കു പറഞ്ഞാൽ പാലിക്കണം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പിന്നെയോ നാലാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വയുഹിബ്ബു ലഹൽ ഖൈറാ, അവൾക്ക് വേണ്ടി സമ്മാനം കൊടുക്കാൻ നീ ഇഷ്ടപ്പെടണം. എന്തെങ്കിലും സമ്മാനം, വെഡിങ് ആനിവേഴ്സറിയാണ്, 1 വർഷം തികഞ്ഞു ഞാനും എന്റെ പ്രിയതമയും ഒന്നായിട്ട്, അതുകൊണ്ട് അവൾക്കൊരു സമ്മാനം വാങ്ങി കൊടുക്കണമല്ലോ. കടയിലേക്ക് പോയിട്ട് മനോഹരമായി അവൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതെന്താ? സ്വർണത്തിന്റെ കുലുസാണോ? അവൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതെന്താ? നല്ല പച്ച ഷാളാണോ? അവൾ ഏറ്റവും അധികം മോഹിക്കുന്നതെന്താ? ശരീരം മറഞ്ഞു കിടക്കുന്ന മനോഹരമായ ബ്രൗൺ കളറിലുള്ള റോസ് നൈറ്റിയാണോ? മെറൂൺ നൈറ്റിയാണോ? നീല നൈറ്റിയാണോ? എന്താണോ നിങ്ങളുടെ ഭാര്യക്ക് ഏറ്റവും സന്തോഷമുണ്ടാവുക, അത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ ആ സമ്മാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴം മനോഹരമാക്കാൻ ഉപകരിക്കുമത്രേ. ഭർത്താവ് മാത്രം കൊടുത്താ പോരാ, ഭാര്യമാരും കൊടുക്കണം സമ്മാനം. പരസ്പരം കൈ
കൈമാറാൻ ഒരു ദാമ്പത്യത്തിന് കഴിഞ്ഞാൽ അതാണ് ഉത്തമ കുടുംബം. ആ കുടുംബത്തിലൂടെയാണ് ഉന്നത സമൂഹം ഉണ്ടാവുക. അതിന് കഴിയോ? അതിന് കഴിയണം എന്റെ സഹോദരൻ. സമ്മാനം കൊടുക്കണം, സമ്മാനം കൈനിറച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ഒരൊറ്റ സമ്മാനം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഒരേ ഒരു സമ്മാനം, പിന്നെ മറ്റൊരു ചെറിയ സമ്മാനം. 2 സമ്മാനം ചോദിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. ഒന്ന്, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഗർഭവതിയായിരുന്നപ്പോ റുമ്മാമ്പഴം തിന്നണമെന്ന് കൊതിയുണ്ട്, എവിടെയെങ്കിലും പോയി കൊണ്ടുതരണേ. വേറെ ഒന്നും ഞാൻ ഇതുവരെ ചോദിച്ചില്ലല്ലോ. അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ കൊണ്ടുവരും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖമുള്ള കണ്ണുള്ള ചുണ്ടുള്ള പെണ്ണേ, ഇന്ന് വരെ നീ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ ഇത് ഞാൻ പോയി. അലി റളിയല്ലാഹു അൻഹു നടന്ന് പോയി. ഒരുപാട് ദൂരത്ത് പോയി അവസാനം കിട്ടി ഒരു റുമ്മാമ്പഴം. അത് കൊണ്ടുവന്നപ്പോ വഴിയിൽ മറ്റൊരാൾ ചോദിച്ചു, അതിങ്ങ് തരുമോ അലി? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകൻ അലിയാർ തങ്ങൾ അതങ്ങ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ചിന്തിച്ചു, എന്തും കൊണ്ട് ഞാൻ എന്റെ ഫാത്തിമ ബീവിന്റെ മുന്നിൽ ചെല്ലും? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ ഞാൻ എങ്ങനെ കടന്നു ചെല്ലും? എന്തു പറയും? ഉറപ്പോടെ കാത്തിരിക്കുകയാണ്. നിറകണ്ണുകളോടെ എന്നെ ആട്ടിയോടിക്കുമോ, എന്നെ വേദനിപ്പിക്കുമോ? പ്രയാസത്തോടെ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കിയില്ല. വലത് കൈയിലില്ല, ഇടത് കൈയിലില്ല, റുമ്മാമ്പഴമില്ല. കിട്ടിയില്ലയോ റബ്ബേ? ആ സമയത്താണ് ഫാത്തിമ ബീവി ചിന്തിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് എത്ര യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാൽ മുഖം കറുപ്പിച്ച് വെച്ച് സ്വീകരിക്കല്ല പെണ്ണേ. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ റുമ്മാമ്പഴം കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്റെ പ്രിയതമൻ അതിന്റെ പേരിൽ വേദനിക്കാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചല്ലോ. ആ പുഞ്ചിരിയെ കുറിച്ച് പറയാനും പാടാനും നമുക്ക് കഴിയോ? പാൽനില പുഞ്ചിരി തോകുമാൻ സുന്ദരി പേരെഴും ഹോറി കോവിതൽ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പുഞ്ചിരി കണ്ടപ്പോ അത്ഭുതത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലിയാർ തങ്ങൾ ചോദിച്ചു, മോള്, എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഫാത്തിമ, നിനക്ക് ഞാൻ റുമ്മാമ്പഴം കൊണ്ട് തരാത്തതിൽ വേദനയില്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു റുമ്മാമ്പഴം കിട്ടി, കൊണ്ടോടി വരികയായിരുന്നു. വഴിയിൽ ഒരാൾ ചോദിച്ചപ്പോ ഞാൻ അത് കൊടുത്തുപോയി പെണ്ണേ, അതുകൊണ്ട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു, അലിയേ, നിങ്ങൾ ആ മനുഷ്യന് ഒരു റുമ്മാമ്പഴം കൊടുത്തപ്പോ സ്വർഗത്തിന്റെ 10 റുമ്മാമ്പഴം തിന്നതിന്റെ സ്വാദ് ഞാൻ അറിഞ്ഞു അലിയേ. ഉത്തമ കുടുംബത്തിന്റെ ഉദാഹരണം ഇതല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്? ഏത് ജീവിതത്തെ കുറിച്ചാണ് പറയാനുള്ളത്? അല്ലാഹു ആ മനോഹരമായ ചരിത്ര ശകലങ്ങൾ നാളെയും അത് കഴിഞ്ഞുമെല്ലാം വിശദീകരിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സമ്മാനം കൊടുക്കുക, ഭർത്താവ് ഭാര്യക്കും ഭാര്യ ഭർത്താവിനും സമ്മാനങ്ങൾ കൈമാറുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. ഭാര്യയും ഭർത്താവും പരസ്പരം സമ്മാനങ്ങൾ കൈമാറും. പിന്നെയോ അഞ്ചാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ചിലവ് നടത്തുക. ചിലവ് ഭർത്താവ് ചിലവ് നടത്തണം ഭാര്യയ്ക്ക്. എങ്ങനെയെങ്കിലും ചിലവ് നടത്തിയാ പോരാ, എങ്ങനെയെങ്കിലും ചിലവ് കഴിഞ്ഞു പോകാൻ വേണ്ടി നടത്തിയാ പോരാ. എന്തുകൊണ്ടാണ് ആണിന് പവർ വന്നത്? സൂറത്തുൻ നിസാ പരിശോധിച്ചാൽ അറിയാം. അർരിജാലു ഖവ്വാമൂന, ആൺമാരാണ് സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. എന്തുകൊണ്ടെന്ന് ഒരു കാരണമല്ല പറഞ്ഞിട്ട് പിന്നെ പടച്ചോൻ പറഞ്ഞതെന്താ? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ആണുങ്ങളുടെ സ്വത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നത് കൊണ്ടാണ്, അവർക്ക് ശ്രേഷ്ഠതയുണ്ടായത്. അപ്പൊ ചെലവഴിക്കാത്തവർക്ക് ശ്രേഷ്ഠതയില്ല. ചെലവഴിക്കാത്തവരുടെ പേര് കഞ്ഞി എന്ന് പറയും മലയാളത്തിൽ. ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ശാപ്പാടടിക്കുന്നവരുടെ മലയാളം പേരാണ് കഞ്ഞി. കാരണം എന്താ? ഇന്ന് ഭർത്താക്കന്മാര് നാട്ടില്, ഭാര്യമാരെല്ലാം അവിടെ. നിങ്ങൾ അറബ് നാട്ടില്, ഞാനും മോനും വീട്ടില്. അതിപ്പോ മാറി. നിങ്ങളങ്ങ് വീട്ടില്, ഞാൻ ഇന്ന് അറബി നാട്ടില്, ഞാനിപ്പോ അവിടെയാ. അത് മാറി. പെണ്ണുങ്ങളെല്ലാം വിദേശ രാജ്യത്ത്, ആണുങ്ങളെല്ലാം നാട്ടില് പത്രവും വായിച്ച് ചാനലും കണ്ടിങ്ങനെ ഇരിക്കാണ്. ഓ, എന്തോ ഫലസ്തീനിന്റെ അക്രമം,
കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭാര്യ അറബിയുടെ കുപ്പായം കഴുകുന്നു. എന്തിനാ? യവനെ തീറ്റിപ്പോറ്റ. ആണത്തമുണ്ടെങ്കിൽ അത് ചെയ്യരുത്. തളർന്ന് നിങ്ങൾ കിടന്നാ ചെയ്യിപ്പിച്ചു. നിങ്ങൾ തളർന്ന് സ്തംഭിച്ച് കിടന്നു പോയി ചെയ്യിപ്പിച്ചു, കുഴപ്പമില്ല. അല്ലാതെ ചെയ്യരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ചോറൊക്കെ നമുക്ക് അപകടമുണ്ടാക്കും. ആ ഭക്ഷണമെല്ലാം നമ്മെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വലാ തജ്അൽ യദക മഅലൂലതൻ ഫീ ഉനുഖിക. ചിലവഴിക്കാതെ നിന്റെ രണ്ട് കയ്യും ഇങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല. ഒന്നിനും ചിലവഴിക്കില്ല. അപ്പൊ വലാ തജ്അൽ യദക മഅലൂലതൻ ഫീ ഉനുഖിക, പിരടിയിലേക്ക് നിന്റെ കൈ കെട്ടിവെക്കലും. അബൂ സുഫിയാന്റെ ഭാര്യ ഒരു ദിവസം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു പരാതിയുണ്ട്, ഒരു സംശയം ഒന്ന് മാറ്റി തരണം. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്താ? അബൂ സുഫിയാൻ ചെലവിനൊന്നും പൈസ തരൂല. അതുകൊണ്ട് മുണ്ടും ഉടുപ്പും കഴുവാനെടുക്കുമ്പോ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ ഞാൻ ഇങ്ങനെ അടിച്ചു മാറ്റാറുണ്ട്. പുള്ളിക്കാരൻ അറിയൂല. അതെനിക്ക് പൊരുത്തമുള്ളതാണോ? ഒരു സഹോദരൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഈ നാട്ടിലുള്ള ആളാ, വാപ്പാര റബ്ബർ ഷീറ്റ് മോട്ടിച്ച ഹറാമാണോ? അങ്ങനെ ചോദിക്കണേരാണല്ലോ നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഈ സഹോദരി ചെന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്ക് ചെലവ് തരൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? മുണ്ടുടുപ്പും കഴിവാടുക്കുമ്പോ കുറേശ്ശെ ഇങ്ങനെ പിടിക്കും. ഇത് അനുവദനീയമാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിനക്ക് ചെലവിന് മതിയാവുന്ന രീതിയിൽ തന്നില്ലെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. നാളെ മുതൽ കഴിവാൻ കൊടുക്കുമ്പോൾ നല്ലൊരു നോക്കിയിട്ട് കൊടുക്കാവൂ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാന്റെ റസൂല് പറഞ്ഞു, ചെലവ് കൊടുക്കണം, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം, പൈസ കൊടുക്കണം. മറ്റൊരു ഹദീസ് അള്ളാന്റെ റസൂല് പറഞ്ഞ അത്ഭുതകരമായ മറ്റൊരു ഹദീസ് അള്ളാന്റെ റസൂല് പറയുന്നു, വദീനാറിൻ അൻഫഖ്തുഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തുഹു ഫീ റഖബ വദീനാറുൻ തസഖ്തുഹു അലാ മിസ്കീൻ വദീനാറുൻ അൻഫഖ്തുഹു അലാ അഹ്ലിക. അള്ളാന്റെ റസൂല് പറയുന്നു, വദീനാറുൻ അൻഫഖ്തുഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി നീ ചെലവഴിച്ച ദീനാർ, ശത്രുക്കളുമായി പോരടിക്കാൻ നീ വാരിക്കൊടുത്ത സമ്പാദ്യം, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഇസ്ലാമിന്റെ അനുയായികൾ പോരടിക്കുമ്പോ അവരെ സഹായിക്കാൻ വേണ്ടി നീ കൊടുത്ത സമ്പാദ്യമില്ലേ, നീ കൊടുത്ത പണമില്ലേ? അള്ളാന്റെ റസൂല് പറയുന്നു, അതിനേക്കാളും ഒരു 10,000 യുദ്ധത്തിന് കൊടുത്തു, ഒരു 10,000 ബിലാലിനെ പോലെയുള്ള അടിമകളെ മോചിപ്പിക്കാൻ കൊടുത്തു. അടിച്ചടിച്ചടിച്ചടിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ അവശനാക്കിയ പഞ്ഞിക്കെട്ടുപോലെ തീർത്തുപോലെ ബിലാലിന്റെ ശരീരമില്ലേ? ആ ബിലാലിന്റെ ശരീരത്തിന് വില കൊടുത്തു വാങ്ങിയ അബൂബക്കർ സിദ്ദീഖ്, അതേപോലെ നീ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി പണം ചെലവഴിച്ചു മറ്റൊരു 10,000 വദീനാറും തസഖ്തുഹു അലാ മിസ്കീൻ. പരതന്നൂർ സമീർ എന്ന സഹോദരന്റെ ചെറ്റക്കുടല് പോലെ, അതേപോലെ എത്രയോ സ്ഥലങ്ങളില് പാവപ്പെട്ട പിഞ്ചോമന മക്കൾ കഴിയുന്നത് പോലെ ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്ത് താമസിക്കുന്ന സാധുക്കളാണ് ഉന്നതങ്ങന്മാര്. മടുത്ത മരത്തുള്ളി മുഴുവനും വീടിന്റെ കത്തളത്തിലേക്ക് വന്ന് വീഴുമ്പോ ഒരാളും ഇവിടെയില്ലേ എന്ന് ചിന്തിച്ച് പൊട്ടിക്കറിയുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് സഹാരമാരി കൊടുത്ത 10,000 വദീനാറുൻ അൻഫഖ്തുഹു അലാ അഹ്ലിക. നിന്റെ കുടുംബത്തിന് നീ കൊടുത്ത 10,000, നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ കൊടുത്ത 10,000, നിന്റെ ഭാര്യക്ക് ചെലവ് നടത്തിയ 10,000, നിന്റെ ഭാര്യക്ക് ഭക്ഷണത്തിന് കൊടുത്ത 10,000. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലദീ അൻഫഖ്തുഹു അലാ അഹ്ലിക. അതിലേറ്റവും ശ്രേഷ്ഠമായതേതെന്നറിയുമോ? അതിലേറ്റവും ഉത്തമമായതേതെന്നറിയുമോ? യുദ്ധത്തിന് വേണ്ടി കൊടുത്തതല്ല, അടിമകളെ മോചിപ്പിക്കാൻ കൊടുത്തതല്ല. എന്റെ പ്രിയമുള്ളവര്, ഭാര്യയ്ക്ക് വേണ്ടി മണ്ണ് ചുമക്കാൻ പോകുന്നവര്, ഭാര്യയ്ക്ക് വേണ്ടി ലോഡിങ്ങിന് പോകുന്നവര്, ഭാര്യയെ പോറ്റാൻ വിദേശ രാജ്യത്ത് ആകാശത്തിനോട് കിന്നാരം പറയുന്ന അറബികളുടെ കോട്ടകത്തലങ്ങളുടെ അകത്തലങ്ങളിൽ പോയി പെയിന്റ് ചെയ്യുന്ന പണിയെടുക്കുന്ന അവരുടെ ബാത്റൂം കഴുകിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട നാട്ടിലുള്ള ഭാര്യയോർത്തുകൊണ്ട് പൊട്ടിക്കറിയുന്ന മുസ്ലിം ഭർത്താക്കന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പറയാ, നിന്റെ പ്രിയതമയ്ക്ക് വേണ്ടിയാണോ നീ കഷ്ടപ്പെട്ടത്? നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണോ നീ കഷ്ടപ്പെട്ടത്? നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ നീ വിയർപ്പൊടുക്കിയത്? നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ നീ ശരീരം ചിലവഴിച്ചത്, നിന്റെ സമയം ചിലവഴിച്ചത്?
ബദറിനും ഉഹദിനും ഖന്തക്കിനും കൊടുത്തതിനേക്കാൾ, അനാഥ മന്ദിരങ്ങൾക്ക് കൊടുത്തതിനേക്കാൾ, അറബി കോളേജുകൾക്ക് കൊടുത്തതിനേക്കാൾ, പള്ളികൾക്ക് കൊടുത്തതിനേക്കാൾ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതും ഏറ്റവും നിനക്ക് പ്രതിഫലം കിട്ടുന്നതും നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ചിലവഴിക്കുന്നതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സന്തോഷായില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല, മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചതിന്റെ കണക്ക്, പൈസയുടെ കണക്കൊന്ന് കൂട്ടി നോക്കി. നമ്മൾ ചിലവഴിക്കുന്ന മുഴുവനും, ഞാൻ അഭിമാനത്തോടെ പറയാ, ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അനുവദനീയമായ കാര്യങ്ങൾ, ഹറാമിന് വേണ്ടി കിട്ടില്ല, അനുവദനീയമായ കാര്യങ്ങൾക്ക് നിങ്ങൾ എത്ര ചിലവഴിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് സ്വതക്കയാണ്, മക്ക സ്വതക്കയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇദാ അൻഫഖ റജുലു അലാ അഹ്ലിഹി വഹുവ യഹ്തബിസുഹാ കാന ലഹു സ്വതഖ. ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, 500 രൂപ എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ അതിന് പകരം എനിക്ക് പടച്ചോന്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷനാണോ, കാനലഹു സ്വതഖ, നിനക്ക് സ്വതഖയുടെ പ്രതിഫലം. അതുകൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചിലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കണ്ട, പിശുക്ക് കാണിക്കണ്ട, ദൂർത്തടിക്കാനും പാടില്ല. മിതമായ നിലയിൽ ഭാര്യയുടെ ആവശ്യത്തിന്, മക്കളുടെ ആവശ്യത്തിന് പൈസ ചിലവഴിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് വഅദ് പറയുന്നു, ഫ്രണ്ടില് സഹാബികൾ ഇരിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, ഭാര്യ ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. ഭാര്യ ദാഹിച്ചു, ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് തരും, എനിക്ക് എണീക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഓടിപ്പോയി ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്താൽ ഒരു ചെലവുമില്ല നമുക്ക്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ ഓരോ തുള്ളിയും ദീനിനു വേണ്ടി സ്വതക്ക ചെയ്ത പ്രതിഫലം ഭർത്താവിന് കിട്ടും. നമ്മൾ നിസ്സാരന്മാരാണ്, നമ്മൾ മോശക്കാരാണോ? ഭാര്യയ്ക്ക് നിന്റെ വീട്ടിലെ പൈപ്പിൽ നിന്ന് കോരിക്കൊണ്ട് കൊടുക്കുന്ന വെള്ളത്തിന് പോലും സ്വതക്കയുടെ പ്രതിഫലമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് കേട്ടപ്പോൾ അർബാബ് ഇബ്നു സാരിയ ആ സദസ്സിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്, ഇറങ്ങി ഓടുകയാണ്. പ്രവാചകന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അർബാബ് ഇബ്നു സാരിയ. ഓടിപ്പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട പെണ്ണിനെ വിളിക്കുന്നു, പെണ്ണേ ഒന്നിറങ്ങി വാ, ഒന്ന് വേഗം ഇറങ്ങി വാ. ആ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ ഒരു ചെറിയ പാത്രം കൊണ്ടുവന്ന് പെട്ടെന്ന് നിറഞ്ഞു കിടക്കുന്ന കിണറ്റിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം കോരിയിട്ട്, നീ കൈയൊന്ന് മാറ്റുക, നീ വായൊന്ന് തുറക്കുക എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തപ്പോ പൊട്ടിക്കിടന്നുകൊണ്ട് അർബാബിന് സാരിയത്തിന്റെ ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ തസ്ദീഖല്ലി ഖൗലി റസൂലില്ലാഹ്, എന്റെ ഹബീബിന്റെ വാക്കെനിക്ക് പ്രാവർത്തികമാക്കണം. ആദ്യം എന്റെ ഹബീബ് പറഞ്ഞ വാക്കെനിക്ക് ആദ്യം പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് ഞാൻ ഓടി വന്നതാ. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായടാ, നീ ഒരു ഗ്ലാസ് വെള്ളം അവരുടെ വായിലൊന്ന് പിടിച്ചു കൊടുത്തോ? എത്ര മക്കളെ നിനക്ക് വേണ്ടി പ്രസവിച്ചു തന്നടാ, ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്നടാ, വീട്ടിൽ വന്ന് കാല് സുഖമില്ലാതെ കൈ സുഖമില്ലാതെ തലവേദന എടുത്തുകൊണ്ട് എത്ര ദിവസം ഇങ്ങനെ വേച്ച് നടന്നു. ഒരു ഗ്ലാസ് വെള്ളം നിന്റെ കൈ കൊണ്ട് കുടിക്കുമെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് മുതൽ ഈ സെക്കൻഡ് മുതൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരായി മാറുക. ഇന്നെങ്കിലും ഭർത്താവിന്റെ കൈ കൊണ്ട് വെള്ളം കുടിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ആറാമത്തെ കടമ ഭർത്താക്കന്മാരോട് പറയാ, പരമാവധി സന്തോഷിപ്പിക്കുക പെണ്ണിനെ. പരമാവധി നിന്നെ കൊണ്ട് എത്ര സന്തോഷിപ്പിക്കാൻ പറ്റും ഓരോ ദിവസവും ചിന്തിക്കണം. ഇന്ന് എന്റെ ഭാര്യയെ ഞാൻ എത്ര സന്തോഷിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലമായി, ഇന്ന് വരെ ഏതെങ്കിലും കടയിലോ പള്ളിയുടെ തിണ്ണയിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇന്ന് ഞാൻ എത്ര എന്റെ ഭാര്യയെ സന്തോഷിപ്പിച്ചു? സന്തോഷിപ്പിക്കുന്നത് എങ്ങനെ? ആ വാക്കുകൊണ്ട്, സമ്മാനങ്ങൾ കൊണ്ട്, കുസൃതികൾ കൊണ്ട്. ബുദ്ധിമാനാണ് നീയെങ്കിൽ നിന്റെ വീട്ടിൽ നീ ഒരു കുട്ടിയെ പോലെ ആകണം. ഭാര്യയുടെ കൂടെ നീ ഒരു കൊച്ചു കുട്ടിയെ പോലെ ആകണം. ആനകളി, കുതിരകളി,
നിങ്ങൾ എന്താ വിചാരിച്ചേ? ഭർത്താവ് ഇങ്ങനെ ദശരഥ മഹാരാജാവ് പോലെ ചാരുകസരയിൽ ഇങ്ങനെ ഇരിക്കും, ചിരിച്ചൂടാ, ആകാശം ഇടിഞ്ഞു വീഴും. എന്തൊരു ഗൗരവാചന ഭർത്താക്കന്മാരെ കണ്ട. ഓ, ഈ അടുത്തൊരു കൂടിയ കല്യാണം നടന്ന ഒരു ഭാര്യയും ഭർത്താവിനെ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, ഭർത്താവിന്റെ നടത്തയും പോക്കും സംസാരവും കണ്ടാൽ തോന്നും ഇംഗ്ലീഷ് അവനാണ് ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചു പഠിച്ചു എന്താ വന്ന് വീഴാൻ പോണേ വായിന്ന്. ഇങ്ങനെ നിൽക്കുക, കാങ്കളി കാറ്റ് പിടിക്കാൻ നിൽക്കണ പോലെ. 10 വിട്ടാലും ഒന്നെങ്കിലും കിട്ടുമല്ലോ. ഇങ്ങനെ നിൽക്കുക. എന്താ ഇത്? 2 കൊല്ലം ഡിഗ്രി എടുത്ത് പഠിച്ചു പോയി ഇങ്ങനെ ആയി പോയി. ചുണ്ടും വായും നടത്തയുടെ രൂപം നമ്മൾ നോക്കണം. ഇങ്ങനെയൊന്നും വേണ്ട. ഭർത്താവ് പറയുന്ന കണ്ടോ, ഇസ്ലാമാ പറയണേ. നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഭാര്യയുടെ മുന്നിൽ കുട്ടിയെ പോലെ അവിടെ എന്ത് സന്തോഷമാവും ഭാര്യക്ക്. നിന്റെ മസിൽ പിടുത്തം ഒന്ന് വിട്ട് നീ ഒന്ന് അഴിഞ്ഞു നിന്നാൽ, ആ എന്റെ ഭർത്താവ് ഇപ്പോഴാ ഭർത്താവാ, ഇന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം, ഒരു ഉപദ്രവം ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവൂല. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഭർത്താവിന്റെ മുഖം നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് കാണാം. മനോഹരമായ പ്രവാചകന്റെ ഹദീസിലൂടെ പഠിച്ചു വന്ന ഉദയം ചെയ്ത ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് കാണാം. അള്ളാന്റെ റസൂല് പറയാ, കൊച്ചുകുട്ടിയെ പോലെ ആവണം. പ്രവാചകൻ എങ്ങനെയായിരുന്നു? കളിയും തമാശയൊക്കെ വേണം. അതിര് കടന്നാൽ കെട്ടിയ മാറിനെ മട്ടമിൽ ചീത്ത വിളിക്കണ നാരി കേട്ടില്ലേ? തിട്ടമതാ നിനക്കുള്ളൊരു ശിക്ഷയുടെ കാഠിന്യം എന്തെന്നറിയണ്ടേ? നാട് ഓടിച്ചാളെ കിടക്കുന്ന നരകമെന്നത്ഭുത ലോകമേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കളിതമാശ അതിര് കടന്നു പോയാൽ പിന്നെ ഭർത്താവ് ഭാര്യയാകും, ഭാര്യ ഭർത്താവാകും. ആ കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഭാര്യ ഭർത്താവ് വഴിപ്പെടുന്ന കാലഘട്ടം വന്ന ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. കളിചിരികളെല്ലാം ആവശ്യത്തിന് വേണം. അതിര് കടന്നു പോയാൽ പിന്നെ പെണ്ണ് ആണിന്റെ മുറയെടുക്കും, ആണിന്റെ സ്വഭാവമെടുക്കും. ആ സ്വഭാവം വരുന്നതിന് മുമ്പ് കണ്ണുരുട്ടുക. ആ സ്വഭാവം വന്നെന്നറിഞ്ഞാൽ ഭർത്താവ് റുജൂലിയത്തിലേക്ക് മടങ്ങി വരിക, ആണത്വത്തിലേക്ക് മടങ്ങി വരിക. ലൈല അല്ലെങ്കിൽ ഷംല എന്ന് പറഞ്ഞൊരു വിളി വിളിച്ച് കണ്ണൊന്നിരുട്ടുമ്പോ താത്താക്ക് രംഗം മനസ്സിലാവും. ഇനി കളി നടക്കൂല, മച്ച ഫോമായി. ഇനി ഏത് ബോളറിഞ്ഞാലും സിക്സ് പതുക്കെ ഇനി നിന്റെ കാര്യം നോക്കി. കാരണം എന്താ? ഇനി ഒരു പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെ വേണം. അതാണ് കുടുംബജീവിതം. ഇല്ലാതെ കുട്ടിയെ പോലെ ആകാൻ പറഞ്ഞാൽ എല്ലായിടത്തും കുട്ടിയെ പോലെ ആവരുത്. അതിന് ഓരോ അവസ്ഥകളും അതിരുകളും അതിർവരമ്പുകളും അതിനകത്ത് നിന്നുകൊണ്ട് വേണമാകാൻ. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഏഴാമത് നീ ശ്രദ്ധിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്നേഹപ്രകടനം കൊണ്ട് മൂടുക. ഭാര്യയെ സ്നേഹപ്രകടനം കൊണ്ട് മൂടുക. ഭാര്യ അത്ഭുതപ്പെടണം, ഇതെന്തോ ഒരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണിത്, അത്ഭുതപ്പെടണം. സീരിയല് കണ്ടിട്ട് അത്ഭുതപ്പെട്ടാ പോരാ, അവളെ എന്നാലും ഇത്രയും അവൻ സ്നേഹിക്കണമോ? ദുഷ്ടത്തി എന്റെ മാനസപുത്രി, ഇത്രയധികം സ്നേഹിക്കണമോ? സ്നേഹപ്രകടനം കണ്ട് അത്ഭുതപ്പെടണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോയപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അലിയാരിതങ്ങളെ കൊതി തീർന്നില്ല, നിങ്ങളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല. എന്തോ ഒരു സ്നേഹമാ നിങ്ങൾ തരുന്നത്, എന്തോ ഒരു ഇഷ്ടമാ നിങ്ങൾ തരുന്നത്. നിങ്ങളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, തേമ്പാമൂട് 9 ലക്ഷം രൂപ പ്രസവത്തിന് ആവശ്യപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ കാല് പിടിച്ചിട്ടാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും പോയി എന്തെല്ലാം വിൽക്കാനുണ്ടോ അത് മുഴുവനും വിറ്റുപറിക്കയിട്ട് എന്റെ
എന്റെ ഈ ഓപ്പറേഷൻ ഒന്ന് നടത്തിത്തരോ. നിങ്ങളുടെ സ്നേഹം കിട്ടിയിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. നിങ്ങളുടെ സാമീപ്യത്തിൽ ജീവിച്ചിട്ട് എന്റെ ആഗ്രഹം തീർന്നിട്ടില്ല. 9 ലക്ഷം രൂപ ഒരു പ്രസവത്തിന് ആവശ്യപ്പെട്ട പെണ്ണ്, ആ പ്രസവത്തിലൂടെ നീ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഭർത്താവിനോട് പറഞ്ഞു, ജീവിക്കാനുള്ള കൊതി എന്തിനെന്നറിയോ? നിങ്ങളെ സ്നേഹം കാണുമ്പോഴാ. നിങ്ങളല്ലാതെ ഒരു ഭർത്താവിനും എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഭാര്യ പറയണം ചെറുപ്പക്കാരാ, അങ്ങനെ ഭാര്യ പറയണം ഭർത്താക്കന്മാരെ. അതിനുവേണ്ടി ഒരു സ്നേഹം നിങ്ങൾക്ക് കൊടുത്തുകൂടെ? അങ്ങനെ ഒരു സ്നേഹം കൊടുക്കാൻ നിങ്ങളുടെ മസിൽ പവറൊന്ന് വിട്ടുകൂടെ? ആ മനസ്സിനെ ഒന്ന് തുറന്നുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ സ്നേഹം പ്രകടിപ്പിക്കുന്നയാളാ. പ്രവാചകൻ ഭാര്യമാരെ ഒരുപാട് ചുംബിക്കുമായിരുന്നു അത്രേ. ചുംബനം മറന്നുപോകും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചുംബനം മറന്നുപോകും. 1000 പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഭാര്യയുടെ മുഖകമലത്തിലേക്ക് ചുണ്ടമർത്തിയിട്ട് സ്നേഹത്തിന്റെ ഒരു ചുടിയുംബരം കൊടുക്കാൻ മറന്നുപോയ ഭർത്താക്കന്മാരുണ്ടല്ലോ എന്റെ മുന്നിൽ ഉണ്ടല്ലോ. എന്തുകൊണ്ടാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ചുംബനം അത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ മക്കളെ മാത്രം ഉള്ളതല്ല, മക്കൾക്ക് മാത്രം ഉള്ളതല്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിന്റെ ആഴം ആ ചുംബനത്തിലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണല്ലോ. നിങ്ങൾ ഇവരുടെ വസ്ത്രമാണ്, ഇവർ നിങ്ങളുടെ വസ്ത്രമാണ്. വസ്ത്രമല്ലേ നമ്മുടെ ന്യൂനതകൾ അറിയുന്നത്? വസ്ത്രമല്ലേ നമ്മുടെ അപാകതകൾ മറയ്ക്കുന്നത്? ആ വസ്ത്രമാണ് നിങ്ങൾ. ഭർത്താവിന്റെ വസ്ത്രം ഭാര്യയും, ഭാര്യയുടെ വസ്ത്രം ഭർത്താവുമാണ്. എന്റെ പ്രിയമുള്ളവരെ, 7 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. 7 മനോഹരമായ കാര്യങ്ങളാണ് ഭർത്താവ് ചിന്തിച്ചിരിക്കേണ്ടുന്ന, ഭർത്താവ് ചെയ്യേണ്ടുന്ന 7 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്റെ സഹോദരങ്ങൾ അത് മനസ്സിലാക്കണം. എന്നിട്ടൊരു ഉത്തമ ഭർത്താവാകാൻ, ഒരാൺകുട്ടിയാകാൻ, ഒരാണത്വമുള്ളവനാകാൻ, ഒരു റജൂലിയത്ത് നിലനിർത്തുന്ന ഇസ്സത്തുള്ളവനാകാൻ. നിന്റെ ഭാര്യ ഒരിക്കലും നിന്നെ കളിയാക്കാതിരിക്കാൻ, നിന്റെ ഭാര്യ ഒരിക്കലും നിന്നെ മുഖത്ത് നോക്കി തെറി വിളിക്കാതിരിക്കാൻ സന്തോഷത്തോടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിച്ചു തന്ന ആ മാതൃക മുറുകെ പിടിച്ചോ. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. അതേപോലെ ഞാൻ പറഞ്ഞു വരികയാണ്, എന്തും പരസ്പരം സഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള, ഒത്തൊരുമയോടെ പോകാനുള്ള, നരകത്തിൽ നിന്ന് നിന്റെ ഭാര്യമാരെ രക്ഷപ്പെടുത്താനുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെട്ടാൽ മതിയെന്നല്ല. ഖു അൻഫുസകും വഅഹ്ലികും നാറാ. നീ നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തിന്റെ, നിന്റെ ഭാര്യമാരുടെ, നിന്റെ മക്കളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. ഹബീബ് നബി മുഹമ്മദ് വിശുദ്ധ ഖുർആൻ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നീ മാത്രം വളർന്നാൽ പോരാ, നീ മാത്രം ഉയർന്നാൽ പോരാ, നിന്റെ കൂടെ നിന്റെ പ്രിയതമയും വേണം. ജിന് പോകാറുണ്ട് പലരും, കൊണ്ടുപോകണം ഭാര്യയെ കൂടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. വനിതാ ക്ലാസ്സിൽ എത്ര സഹോദരിമാരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഉസ്താദേ എനിക്കും ഒന്ന് ഹജ്ജിന് പോകാൻ നിങ്ങൾ ദുആ ചെയ്യണം, ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യണം. അല്ലാഹു ഭാഗ്യം തന്നാൽ ഒരുമിച്ച് പോകാൻ. ഒരുമിച്ചല്ലേ സ്വർഗത്തിലേക്ക് പോകേണ്ടത്, ഒരുമിച്ചല്ലേ സ്വർഗത്തിന്റെ സുഹൃതം ആസ്വദിക്കേണ്ടത്, അനുഭവിക്കേണ്ടത്. അതിനുള്ള മനസ്സുണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഭാര്യമാരെ കൂടി കൂട്ടുനിർത്തണം.